ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഇതൊരു അച്ഛൻ പറഞ്ഞതുപോലെ കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഒരുപോലെ ബാധകമാകുന്ന വിഷയമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ വചനം എന്നോട് സംസാരിക്കണമെന്നാണ്. നിങ്ങളോട് സംസാരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്ന വചനത്തിൽ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ആശയങ്ങൾ അതെനിക്ക് തരണമെന്നാണ് ദൈവത്തോട് എൻ്റെ പ്രാർത്ഥന. ഇന്നത്തെ ഈ ശുശ്രൂഷ അനുഗ്രഹകരമായി തീരുവാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു പരിചിതനായ വ്യക്തി, വളരെ അടുപ്പമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ എന്നെ കണ്ട് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ദൈവസന്നിധി പ്രാർത്ഥിക്കണമേ എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ ഈ സന്ധിയിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെട്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ വാക്യമാണ്. വിശുദ്ധ ലൂക്കോസ് 10-ാം അധ്യായം 30-ാമത്തെ വാക്യം. അവൻ ഒരു മനുഷ്യൻ യെറുസലേമിൽ നിന്ന് യെറീഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചുപോയി. ഒരു മനുഷ്യൻ യെറുസലേമിൽ നിന്ന് യെറീഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചുപോയി. നമുക്ക് തലകൾ വണക്കാം, ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, ഈ സന്ധ്യ നിൻ്റെ ആലയത്തിൽ നിൻ്റെ വചനങ്ങൾക്കായി ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ താണിരിക്കുന്നു. കർത്താവേ, നിൻ്റെ വചനത്തിലൂടെ യാത്ര ചെയ്യുവാൻ നിൻ്റെ ആത്മാവിൽ ഞങ്ങളെ അനുവദിക്കണമേ. ഞങ്ങളുടെ പരിമിതികളെ കണ്ടറിഞ്ഞ് സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളോട് കരുണ തോന്നണമേ. ഇടവകയെ അനുഗ്രഹിക്കണമേ. പെരുന്നാൾ നിൻ്റെ നാമമഹത്വത്തിന് ഉതകുന്ന ശുശ്രൂഷയായി തീരണമേ. കുഞ്ഞുങ്ങൾ, യൗവനങ്ങൾ, വാർദ്ധക്യങ്ങൾ, പാദപീഠം അണഞ്ഞിരിക്കുന്ന എല്ലാവരെയും അദൃശ്യമായ കരം നീട്ടി വാഴ്ത്തണമേ. ദൈവമേ, മനപ്രയാസത്തോടെയോ നിരാശയോടെയോ ദുഃഖത്തോടെയോ വന്നിട്ടുള്ളവർ പ്രതീക്ഷയോടും ധൈര്യത്തോടും കൂടെ മടങ്ങിപ്പോകണമേ. താവേ, നിന്നോട് ചേർന്നിരുന്ന് ആനന്ദിക്കുവാനും ആശ്വസിക്കുവാനും ഈ സന്ധ്യയിടയാക്കണം. ഞങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. വളരെ പരിചയമുള്ള ഒരു കഥയാണ് വിശുദ്ധ ലൂക്കോസ് 10-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കഥയുടെ പശ്ചാത്തലം ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുത്ത് വന്നു. അവൻ യേശുവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങി. ഈ ചോദ്യങ്ങൾ, അതിന് വ്യക്തമായ ഉത്തരം ക്രിസ്തു നൽകുന്നത് കണ്ട് ക്രിസ്തുവിൽ അവൻ വളരെ ആകർഷണീയനായിട്ട് മാറി. നമുക്കറിയാം, സംസാരം, വാക്കുകൾ, അതിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. നമ്മളൊക്കെ വാക്കുകൊണ്ട് പലപ്പോഴും മുറിപ്പെടുത്താറുണ്ട്, വാക്കുകൊണ്ട് പലപ്പോഴും ആശ്വസിപ്പിക്കാറുണ്ട്. വാക്കുകൊണ്ട് മുറിപ്പെടുത്തുന്നത് വാൾ ഏൽപ്പിക്കുന്ന മുറിവിനേക്കാൾ ശക്തമാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, വാക്കുപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നാക്കുപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയതാവട്ടെ എന്ന് പറയുകയാണ്. നിങ്ങൾ സ്നേഹത്തിൽ സത്യം സംസാരിക്കട്ടെ എന്ന് പറയുകയാണ്. വേദപുസ്തകത്തിൽ എങ്ങനെയാണ് നാവ് ഉപയോഗിക്കേണ്ടത് എന്ന് വളരെ ഭംഗിയായി രേഖപ്പെടുത്തുന്നുണ്ട്. അതിലേറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കർത്താവാണ്. കർത്താവിൻ്റെ അടുത്തേക്ക് പല ആളുകൾ പല രീതിയിൽ യേശുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചും യേശുവിനെ കുടുക്കുവാൻ ആഗ്രഹിച്ചും കടന്നു വന്നവരോടൊക്കെ യേശു സംസാരിക്കുന്ന രീതി കണ്ടിട്ട് അവർ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. ചിലയിടത്ത് അവർ പറയുന്നത്, എഴുതിയിരിക്കുന്നത്, അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്നാണ്. അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞത് കേട്ടിട്ട് അവൻ മടങ്ങിപ്പോവുകയാണ്. ഒരിക്കൽ യേശു സംസാരിക്കുമ്പോൾ കൂടിയിരിക്കുന്ന ജനസമൂഹത്തിൽ നിന്നൊരു സ്ത്രീ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളത്. ആ സ്ത്രീക്ക് ഇരിക്കപ്പുറതിയില്ല. യേശുവിൻ്റെ സംസാരം കേട്ടിട്ട്, യേശുവിൻ്റെ
വായിൽ നിന്ന് വരുന്ന വാക്ക് കേട്ടിട്ട് അവർ അത്ഭുത പരതന്ത്രയായിട്ട് ആവേശത്തോടെ സാക്ഷിക്കുകയാണ്. നിന്റെ അമ്മ എത്ര ഭാഗ്യവതിയാണ്. മറിയം പറഞ്ഞത്, ഇത് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. യേശുവിൻ്റെ സംസാരം, യേശു വായ് തുറക്കുമ്പോൾ അവൻ്റെ അമ്മ പ്രകീർത്തിക്കപ്പെടുകയാണ്. യേശു വായ് തുറക്കുമ്പോൾ അവൻ്റെ അപ്പൻ മഹത്വപ്പെടുകയാണ്. സഹോദരങ്ങളെ, യേശുവിൻ്റെ സംസാരത്തിൻ്റെ രീതി അതാണ്. യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യവാക്കുകൾ നിമിത്തം അവർ ആശ്ചര്യപ്പെട്ടു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സംസാരം, നമ്മുടെ വാക്കുകൾ കുറെ കൂടി ഒന്ന് ഭംഗിയാക്കേണ്ടതുണ്ടോ? കുറെ കൂടെ ശ്രദ്ധയോടെ, ആലോചനയോടെ, വിവേകത്തോടെ, വിവേചനത്തോടെ ഉപയോഗിക്കേണ്ടതുണ്ടോ? പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നുക. നമ്മൾ ഓരോരുത്തരും ദൈവം തന്നിട്ടുള്ള മഹത്തരമായ ഈ സൗഭാഗ്യത്തെ, സംസാരിക്കുവാനുള്ള ശേഷിയെ വിനിയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്നീ വേദഭാഗത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് ന്യായപ്രമാണത്തെക്കുറിച്ച്, കൽപ്പനകളെക്കുറിച്ച് ചോദിച്ചാണ് തുടങ്ങുക. യേശു അവനോട് പറഞ്ഞു, നീ ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക, അതിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ്. അവന് ആ ഉത്തരം ഇഷ്ടപ്പെട്ടു. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, എൻ്റെ സ്നേഹിതൻ ആരാണ്? എൻ്റെ അയൽക്കാരൻ ആരാണ്? അതിന് മറുപടി പറയുമ്പോൾ യേശു പറഞ്ഞു തുടങ്ങുന്ന വാചകമാണ്, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെറിഹോവിലേക്ക് യാത്രയായി. പോകുന്ന വഴിക്ക് അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായിട്ട് വിട്ടേച്ചു പോയി. എനിക്ക് പറയാനുള്ളത്, യേശുവിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്, വളരെ മനോഹരമാണ്. പക്ഷേ യേശുവിൻ്റെ വാക്കുകളുടെ മറ്റൊരു പ്രത്യേകത, അവൻ്റെ വാക്കുകൾക്ക് വിശാലമായ അർത്ഥതലങ്ങളാണ്, പല ഡയമെൻഷൻസാണ്. നമ്മൾ ഏതർത്ഥത്തിൽ നോക്കുന്നോ, ഏത് രീതിയിൽ അതിനെ കാണുന്നോ, അതിനനുസരിച്ച് ആ വാക്ക് നമ്മളോട് ഇടപെടും. നമ്മൾ പറയത്തില്ലേ ചില ആളുകളെക്കുറിച്ച്, അവൾ അർത്ഥം വെച്ചാണ് സംസാരിക്കുന്നത്. അതുപോലെയാണ് യേശു അർത്ഥം, നമ്മൾ അർത്ഥം വെക്കുന്ന പോലെയല്ല, യേശു അർത്ഥം വെച്ചാണ് സംസാരിക്കുക. യേശു പറയുന്ന ഓരോ വാക്കിലും യേശുവിന് ചില ചരിത്രബോധത്തോടെ, ഈ രക്ഷാകരമായ ദൗത്യബോധത്തോടെ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വളരെ കാഷ്വലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെന്ന് തോന്നാമെങ്കിലും അതിൽ ചില പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ഇവിടെ രണ്ട് സ്ഥലനാമങ്ങൾ യേശു ഉപയോഗിക്കുകയാണ്. ഒന്ന് ജെറുസലേം, രണ്ട് യെറിഹോ. യെറുസലേം എന്ന് പറയുന്ന ഒരു നഗരം, അവിടെ നിന്നൊരു മനുഷ്യൻ യാത്രയാവുകയാണ് യെറിഹോവിലേക്ക്. സഹോദരങ്ങളെ, ഞാൻ ചോദിക്കുക നിങ്ങളോട്, ഈ വഴി എങ്ങോട്ടുള്ള വഴിയാണ്? എങ്ങോട്ടാണ് ഈ വഴി? എങ്ങോട്ടാണ്? യെരൂശലേമിൽ നിന്ന് ഒരു മനുഷ്യൻ യെറിഹോവിലേക്ക് പോകുമ്പോൾ നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം, ഈ വഴി എങ്ങോട്ടാണ്? ഈ വഴി എങ്ങോട്ടാണ് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? പോകുന്നയാളാണ്. അവൻ എങ്ങോട്ട് തിരിയുന്നു, അവൻ്റെ ലക്ഷ്യമേതാണ്, അവൻ എവിടെ എത്തിച്ചേരാൻ വേണ്ടിയാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. നമുക്കറിയാം, മെയിൻ റോഡിലോട്ട് ഇറങ്ങിയിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ എവിടെ ചെല്ലുമെന്നും ഇടത്തോട്ട് തിരിഞ്ഞാൽ രണ്ട് സാധ്യതകളാണ് വഴിക്കുള്ളത്. രണ്ട് സാധ്യതയല്ല, അനന്തമായ സാധ്യതകളാണ്. എന്നാൽ ഇത് ലക്ഷ്യം തീരുമാനിക്കുന്നത് മനുഷ്യരാണ്. ഇവിടെ യേശു പറയുകയാണ്, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെറിഹോവിലേക്ക് യാത്രയാവുകയാണ്. യെറിഹോവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ നാം കാണുന്ന പ്രധാനപ്പെട്ട പരാമർശം യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിലാണ്. അവിടെ ഇസ്രായേൽക്കാരുടെ യാത്രയാണ്. യാത്ര അവസാനിക്കാറായി, കനാൻ നാട് സ്വന്തമാവുകയാണ്. യോർദാൻ കടന്ന് കനാനിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിൽക്കുന്ന ശക്തമായ കോട്ടയാണ് യെറിഹോ കോട്ട. പഴയ നിയമത്തിൽ അങ്ങനെ അധികം നഗരങ്ങളില്ല. പഴയ നിയമത്തിലെ മറ്റു നഗരങ്ങളൊക്കെ വേലിയില്ലാത്ത, ഗേറ്റ് ഇല്ലാത്ത, മതിലില്ലാത്ത നഗരങ്ങളാണ്, സ്ഥലങ്ങളാണ്. ഇസ്രായേൽ ജനം കയറി ഇറങ്ങി പോവുകയാണ് ആ സ്ഥലങ്ങളിലൂടെ. എന്നാൽ ഇവിടെ കോട്ടകളാൽ ബന്ധിക്കപ്പെട്ടിരുന്ന ഒരു നഗരമാണ്. അത് യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ തകർത്ത തരിപ്പണമാക്കി. വളരെ നാടകീയമായിട്ടാണ് യെറിഹോ കോട്ട തകരുന്നത്. ഇത്രയുള്ളൂ, യഹോവ യോശുവയോട് പറഞ്ഞു, നീ ജനത്തോട് പറ, കാഹളം ഊതിക്കൊണ്ട് കോട്ടയെ ചുറ്റുക. ഒരു ദിവസം
ഒരു പ്രാവശ്യം. അങ്ങനെ 6 ദിവസം ഇസ്രായേൽക്കാർ കാഹളമൂതുന്ന ആളുകൾ കാഹളമൂതിക്കൊണ്ട് യെറീഹോ കോട്ടയ്ക്ക് ചുറ്റും നടന്നു. 7-ാം ദിവസം 7 പ്രാവശ്യം അവർ കാഹളമൂതി. അത്രയും കഴിഞ്ഞപ്പോൾ യെറീഹോ വീണു എന്നാണ് ചരിത്രം. യോശുവ യെറീഹോവിനെ ശപിക്കുകയാണ്. പുരാതനമായ നഗരം, സുശക്തമായ കോട്ടകളാൽ ബന്ധിതമായിരുന്ന നഗരം അങ്ങനെ ശപിക്കപ്പെട്ട നഗരമായിട്ട് മാറുകയാണ്. യഹോവ പറഞ്ഞു, ഇവിടെ നിന്ന് നിങ്ങൾ ഒന്നും എടുക്കരുത്. മറ്റു പല രാജ്യങ്ങളും പല ദേശങ്ങളും കീഴടക്കി പോകുമ്പോൾ അവിടെയുള്ള വിശേഷപ്പെട്ട സാധനങ്ങൾ മിസ്രയീമിൽ നിന്ന് വരെ അവർക്കെടുക്കാൻ അവകാശം ഉണ്ടായിരുന്നു. അതെടുക്കാൻ അവകാശം കൊടുത്തു എന്ന് പറയുമ്പോൾ യഹോവയുടെ ഒരു നീതിയാണ്. കഴിഞ്ഞ 430 വർഷമായി അടിമകളായി കഴിയുന്ന ആളുകൾ അവരുടെ അടിമത്വത്തിൻ്റെ, അവരുടെ വിയർപ്പിൻ്റെ, അവരുടെ രക്തത്തിൻ്റെ വില, പ്രതിഫലം അവർക്ക് നൽകാതിരുന്നതിൻ്റെ ദൈവനീതി അവിടെ പ്രകടമാവുകയാണ്. കൊള്ളയായി മിസ്രയീമിൻ്റെ കൊള്ളയുമായിട്ടാണ് ഇസ്രായേൽക്കാർ യാത്രയാവുന്നത്. സഹോദരങ്ങളെ, ഈ ദൈവിക നീതി പലപ്പോഴും യാഥാർത്ഥ്യമാകുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണോ എന്ന് തോന്നിപ്പോകും. അവിടെ ഞാൻ പറഞ്ഞത്, മറ്റുള്ള എല്ലാ ദേശങ്ങളിൽ നിന്നും കൊള്ളയെടുക്കുമ്പോൾ യെറീഹോവിൽ നിന്ന് ഒന്നും എടുക്കാൻ പാടില്ല. അത് ശപിക്കപ്പെട്ടതാണ്, ശപഥാർപ്പിതമാണ്, യഹോവയ്ക്ക് വേണ്ട ഒന്നും എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം. അതിനുശേഷം യെറീഹോവിനെ നാം കാണുന്നത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിലാണ്. അവിടെ ഏലിയാവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് എലീശ മടങ്ങി വരികയാണ്. എലീശ മടങ്ങി വരുന്നത് കയ്യിലൊരു പുതപ്പുമായിട്ടാണ്. പുതപ്പെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി ശക്തിയുമായി എലീശ മടങ്ങി വരികയാണ്. എലീശ ആദ്യം വരുന്നത് യെറീഹോവിലേക്കാണ്. യെറീഹോവിൽ വരുമ്പോൾ അവിടുത്തെ ആളുകൾ ചെന്നിട്ട് എലീശയോട് പറയുന്ന ഒരു വാചകമുണ്ട്, യജമാനൻ കാണുന്നല്ലോ, ഈ ദേശത്തിൻ്റെ ഇരിപ്പ് മനോഹരമാണ്, പക്ഷേ ദേശം ഗർഭനാശകമാണ്. ജീവൻ നിലനിൽക്കാത്ത, ജീവന്റെ തുടിപ്പ് ഇല്ലാതെ പോകുന്ന ഒരു ദേശമാണിത്. ഇത് ഇരിപ്പ് നല്ലതാണ്. അതൊരു വൈരുദ്ധ്യ ആത്മകമായ ഒരു പദമാണ്. അതായത് ദേശം നല്ലതാണ്, പക്ഷെ ജീവിക്കാൻ കൊള്ളില്ല, ജീവൻ നിലനിൽക്കുന്നില്ല എന്ന് പറയുന്ന സങ്കടകരമായ അവസ്ഥ. ചിലപ്പോഴൊക്കെ നമ്മുടെ വ്യക്തിജീവിതവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നല്ലതാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല സാമ്പത്തികമുണ്ട്, നല്ല അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ജീവിതം ശരിയാവുന്നില്ല. ഇതേതാണ്ട് യെറീഹോവിൻ്റെ ഒരു സ്വഭാവമാണ്. എലീശ അവിടെ പാത്രത്തിൽ ഉപ്പിട്ട് വെള്ളമെടുത്ത് അതിൽ ഉപ്പിട്ട് യെറീഹോവിലെ വെള്ളത്തെ പഥ്യമാക്കി തീർക്കുന്ന ചരിത്രം നമുക്കറിയാം. ഏത് പുസ്തകത്തിൽ? യെറീഹോ ശാപത്തിൻ്റെ പ്രതീകമാണ്. യെറീഹോ താഴ്വരയാണ്. താഴെയുള്ള ഏറെ കടലിൻ്റെ സമുദ്ര നിരപ്പ് വെച്ച് നോക്കിയാൽ താഴ്ന്ന പ്രദേശമാണ് യെറീഹോ. എന്നാൽ യെരുശലേം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അത് ഉയർന്ന സ്ഥലമാണ്. ഒന്നാമത് യെരുശലേമിൻ്റെ പ്രത്യേകത, അത് ഉയർന്ന സ്ഥലം. 2, അവിടെയാണ് രാജാവിൻ്റെ കൊട്ടാരം. 3, അവിടെയാണ് ദൈവത്തിൻ്റെ ആലയം. 4, ഈ ജനമെല്ലാം യെരുശലേമിലേക്ക് ആണ്ടിലൊരിക്കലെങ്കിലും കയറി ചെല്ലും. പെരുന്നാളിന് വേണ്ടി ദൈവത്തെ ആരാധിക്കുവാൻ, ബലി കഴിക്കുവാൻ, രക്ഷ തേടിയുള്ള അവരുടെ യാത്ര. പഴയ നിയമത്തിലെ രക്ഷ കേന്ദ്രീകൃതമായിരിക്കുന്നത് ജെറുസലേമിലാണ്. അങ്ങനെ ജെറുസലേം ജനത്തിൻ്റെ ആരാധനാ കേന്ദ്രമാണ്. കുന്നിൻ പുറത്താണ് യെരുശലേമിൻ്റെ സ്ഥാനം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തും എന്നൊക്കെ പറയുമ്പോൾ യെരുശലേമിനെ നോക്കുന്ന, പ്രതീക്ഷയോടെ നോക്കുന്ന അനുഭവമാണ് അവിടെ വിശദീകരിക്കുന്നത്. ദാനിയേലിൻ്റെ പ്രവചനത്തിൽ നിങ്ങൾക്കറിയാം, ബാബിലോൺ പ്രവാസത്തിലേക്ക് ഇസ്രായേൽക്കാർ പോകുമ്പോൾ ദാനിയേൽ പള്ളിയില്ലാത്ത കാലമാണ്. ആ കാലഘട്ടത്തിൽ യെരുശലേമിന് നേരെയുള്ള വാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്ന മനോഹരമായ ദൃശ്യം. യെരുശലേം യഹൂദൻ്റെ, ഇസ്രായേൽക്കാരുടെ പ്രതീക്ഷയുടെ നഗരമാണ്. ഇവിടെ വർത്തമാനകാലത്തും ജെറുസലേം ഏറെ ശ്രദ്ധാകേന്ദ്രമായിട്ട് നമ്മുടെ മുമ്പാകെ നിൽക്കുകയാണ്. ഇന്നും പത്രത്തിൽ വാർത്തയുണ്ട് ഇസ്രായേലിനെ കുറിച്ച്. ജെറുസലേം അതിൻ്റെ തലസ്ഥാനം. പൊതുവെ തർക്കമുണ്ടെങ്കിൽ പോലും ടെൽ അവീവ് എന്നാണ് തലസ്ഥാനമെന്ന് പറയാറുണ്ടെങ്കിലും ജെറുസലേം ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരമാണ്. ഇന്നും ശ്രദ്ധിക്കപ്പെടുന്നു ജെറുസലേം. ദാവീദിൻ്റെ കാലത്ത് തലസ്ഥാന നഗരിയായി വേർതിരിക്കപ്പെട്ട ജെറുസലേം ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന വിഷയമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളത് നാം ഏറെ ശ്രദ്ധയോടെ കാണേണ്ട വിഷയമാണ്. ഇസ്രായേലും
പലസ്തീനും തമ്മിൽ എന്ന് പറയുന്നത് ശരിയല്ല, ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ഏതാണ്ട് 3 മാസമായി. ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഒരുപാട് അവശബ്ദങ്ങൾ പലയിടത്തു നിന്ന് പുറപ്പെടുകയുണ്ടായി. ഇത് വലിയ പ്രതിസന്ധിയായിട്ട് മാറും, ഇത് നിർത്തണം. പല രാജ്യങ്ങളും ഹമാസിന്റെ പക്ഷത്ത് ചേർന്നിട്ട് ഇസ്രയേലിന്റെ യുദ്ധത്തെ ഞങ്ങൾ ഇങ്ങനെ നേരിടും എന്നൊക്കെ പറഞ്ഞ് പ്രതികരിക്കുകയുണ്ടായി. പക്ഷെ നമുക്കറിയാം, ഇന്ന് മാത്രമാണ് ഒരു നെഗറ്റീവ് വാർത്ത വന്നത്. ബാക്കി മുഴുവൻ ഇസ്രയേലിനെ ഒരാൾക്കും തൊടാനൊക്കാത്ത, ഒരാൾക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്ത, നമ്മൾ പറയത്തില്ലേ കയറൂരി വിടുന്ന ഒരവസ്ഥയിലാണ് ഇസ്രയേൽ കഴിഞ്ഞ 2 മാസങ്ങളായി പലസ്തീൻ്റെ മേൽ കടന്നാക്രമണം നടത്തിയിട്ടുള്ളത്. അവർ ചെയ്ത കാര്യങ്ങളൊന്നും ന്യായീകരിക്കാവുന്നതല്ല. അവർ ചെയ്തു കൂട്ടിയ മനുഷ്യ കുരുതി, അവർ ചൊരിഞ്ഞിട്ടുള്ള രക്തം, അവർ കൊന്നൊടുക്കിയിട്ടുള്ള കുഞ്ഞുങ്ങൾ, നിരപരാധികളായ ആളുകൾ, ഇതൊന്നിനും ഒരു ന്യായീകരണവുമില്ല. ഞാൻ പറയട്ടെ, ഒരു യുദ്ധം നടന്നാൽ അതിൻ്റെ അനന്തര ഫലം എന്താണെന്നറിയാമോ? ഒരാൾ മുറിവേറ്റാൽ, ഒരാൾ കൊല്ലപ്പെട്ടാൽ ആ വീട്ടിൽ നിന്ന് അടുത്ത തീവ്രവാദി ജനിക്കുകയാണ്, ആ വീട്ടിൽ നിന്ന് അടുത്ത പടയാളി രൂപപ്പെടുകയാണ്. രക്തത്തിൽ നിന്ന് പിറക്കുക എന്ന് പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് യുദ്ധത്തിലൂടെ അടിച്ചമർത്താൻ ഒക്കുമെന്ന് വിചാരിച്ചാൽ അത് മൗഢ്യമാണ്. ഒളിഞ്ഞും തെളിഞ്ഞും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ രൂപപ്പെടും. പക്ഷെ ഇതല്ല എൻ്റെ വിഷയം. ഈ യഹൂദന്മാരോട് എനിക്ക് വ്യക്തിപരമായി യാതൊരു താല്പര്യവുമില്ല, നമുക്ക് താല്പര്യം ഉണ്ടാകേണ്ട കാര്യവുമില്ല. കാരണം നമ്മുടെ കർത്താവിനെ കൊന്നത് യഹൂദന്മാരാണ്, അവൻ്റെ അവസാനത്തുള്ളി രക്തം ഊറ്റിയത് യഹൂദന്മാരാണ്. അപ്പൊ വേണമെങ്കിൽ യുക്തി സഹജമായി നിങ്ങൾക്ക് ചോദിക്കാം, ഇതൊക്കെ ദൈവപദ്ധതിയല്ലായിരുന്നോ? അത് വേറൊരു വിഷയം, അവിടെ നിൽക്കട്ടെ. യഹൂദനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാകാൻ മാത്രം അവർ നമുക്കൊന്നും ഗുണമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. സഹോദരങ്ങളെ, പോയ കാലത്ത് അനുഭവിച്ച നൊമ്പരങ്ങളുടെ പേര് പറഞ്ഞ് കണക്ക് തീർക്കാനായിട്ട് ശ്രമിച്ചാൽ ക്രൈസ്തവർ അനുഭവിച്ചിട്ടുള്ളത്ര പീഡനം ലോകത്തിൽ ഒരു ജാതിയും അനുഭവിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. യഹൂദൻ ഒട്ടും പിറകിലല്ല. യഹൂദൻ അതിഭയങ്കരമായ ആ പീഡനങ്ങൾക്ക്, ആക്രമണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. പക്ഷേ നമ്മളൊക്കെ ഒരു കാര്യം പഠിക്കണം, ഒരു ദിവസത്തെ വൈരാഗ്യം എന്നും കൊണ്ടു നടക്കാനുള്ളതല്ല. ഏതെങ്കിലും കാലഘട്ടത്തിൽ നമുക്കുണ്ടായിട്ടുള്ള വേദന, ആരെങ്കിലും സമ്മാനിച്ചിട്ടുള്ള വേദന അവസരം കിട്ടുമ്പോൾ പകരം വീട്ടാനായിട്ട് കാത്തിരുന്നാൽ, അത് നമ്മുടെ കൊച്ചു ജീവിതം ഉൾപ്പെടെ കാത്തിരുന്നാൽ ഒരിക്കലും നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ആ പകരം വീട്ടലിൽ നിന്ന് പുതിയ പ്രതികാരത്തിൻ്റെ വക്താക്കൾ, പ്രതികാരത്തിൻ്റെ മക്കൾ രൂപപ്പെടുമെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കൊന്ന് നമുക്ക് പകരം പക തീർക്കുവാൻ, ഇല്ലാതാക്കുവാൻ സാധ്യമല്ല. ഒരാളുണ്ടെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെതായ പ്രതികരണം ഉണ്ടാകും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇസ്രായേൽ എങ്ങനെ ഈ പരുവത്തിലായി? അമേരിക്കയ്ക്ക് പിടിച്ചാൽ കിട്ടാത്ത, UN-നെ നിയന്ത്രിക്കാനാവാത്ത, ഇത്രയും വിശാലമായ ഇസ്ലാം സമൂഹത്തിന് ഒന്നും ചെയ്യാനൊക്കാത്ത എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ അവരുടെ വലിപ്പവും എണ്ണവും രാജ്യത്തിൻ്റെ അവസ്ഥയും സാമ്പത്തിക സ്ഥിതിയും അവർ ആസ്വദിക്കുന്ന എണ്ണയുടെ വിസ്തൃതിയൊക്കെ നോക്കിയാൽ അവരെ കൊണ്ട് എന്ത് സ്വാധീനം, എത്രമാത്രം ലോകത്ത് ചെലുത്താൻ കഴിയുമെന്ന് നമുക്കറിയാവുന്നതാണ്. ആർക്കും തൊടാനൊക്കാത്ത തരത്തിലേക്ക് ഇസ്രയേൽ മാറുന്നു എന്നുള്ളത്, മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഞാനും നിങ്ങളും ശ്രദ്ധയോടെ പഠിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജെറുസലേം ഇന്നും ശ്രദ്ധാകേന്ദ്രമാണ്. എന്താ കാരണമെന്നറിയാമോ? ഈ യഹൂദനെ കുറിച്ച് അവൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, ഇന്ന് അവൻ എത്തി നിൽക്കുന്ന സാഹചര്യം പഠിക്കുമ്പോൾ നമ്മൾ അറിയാതെ അംഗീകരിച്ചു പോകും ഈ ദൈവവചനത്തിൻ്റെ ആധികാരികത. ഞാൻ വന്നിറങ്ങുമ്പോൾ കേട്ട പാട്ട് എനിക്ക് മുഴുവൻ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇസ്രായേലിൻ, എന്തിനാ നിങ്ങൾ ഈ ഇസ്രായേലിൻ പാടുന്നത്? ഇസ്രായേലിൻ നാഥന പാടിയാൽ എൻ്റെ അഡ്രസ്സ് പോവും, അതുകൊണ്ട് ഞാൻ പാടാറില്ല. എന്നാലും അബ്രഹാമിൻ ദൈവം, ഇസഹാക്ക്, ഇതൊക്കെ എന്തിനാ പറയുന്നത്? നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ പോരെ? പുതിയ നിയമത്തിൽ കർത്താവ് വന്നതിന് ശേഷമുള്ള പാട്ടുകൾ മാത്രം പാടിയ പോരെ? എന്തിനാ ഇസ്രായേലിൻ ദൈവത്തിൻ്റെ കാര്യം, അബ്രഹാമിൻ ദൈവത്തിൻ്റെ കാര്യം? അതൊരു കഥയാണ്, അതൊരു അനുഭവമാണ്, അതൊരു സാക്ഷ്യമാണ്. കാരണം ദൈവം ജീവനുള്ളവനാണെന്നും
അവൻ വ്യക്തികളിൽ അതിശക്തമായി ഇടപെട്ട് പ്രവർത്തിക്കുന്നുവെന്നുള്ളതിൻ്റെയും ലക്ഷണങ്ങളാണ്, ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് ഈ പറയുന്ന ആളുകളൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്രായേലിനെ നോക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോവുകയാണ്. എങ്ങനെ ഇവർക്കിങ്ങനെ സാധിച്ചു? 940 എന്ന് പറയുന്ന വർഷത്തിൽ, ഇന്നേക്കൊരു 83 അല്ലെങ്കിൽ 80 വർഷങ്ങൾക്ക് മുമ്പ് കാല് കുത്താൻ ഒരു തുണ്ട് ഭൂമി ഇല്ലാതിരുന്ന ജാതിയാണ് ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതാണ് സഹോദരങ്ങളെ ദൈവവചനത്തിൻ്റെ ആധികാരികത. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ, വേദപുസ്തകം സത്യമാണെന്നുള്ളതിൻ്റെ ആധികാരികതയായി യഹൂദനെന്ന് നിൽക്കുകയാണ്. തൊടാനൊക്കാത്ത ഒരു നിലയിൽ അവനെ പീഡിപ്പിച്ചവരുടെ എല്ലാം മുമ്പിൽ അവനെന്നൊരു വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നല്ല, ദൈവത്തോടുള്ള അവൻ്റെ ആഭിമുഖ്യമാണ്. ചെയ്തു കൂട്ടുന്നതിനൊന്നും ന്യായീകരണമില്ല എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. അവനോട് ചെയ്തതിനും ന്യായീകരണമില്ല. കാരണം അത്ര ക്രൂരമായ, അത്ര നികൃഷ്ടമായ, അത്ര ദാക്ഷിണ്യരഹിതമായ പീഡനമാണ് യഹൂദൻ ഏറ്റുവാങ്ങിയത്. യഹൂദൻ ഏറ്റുവാങ്ങിയതെന്ന് പറയുമ്പോൾ യഹൂദന്റെ ചോര ഹിറ്റ്ലർ റോസയ്ക്കൊഴിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അവൻ നട്ടുപിടിപ്പിച്ച ചെടിയുടെ ചുവട്ടിൽ യഹൂദന്റെ ചോര ഒഴിക്കുന്ന അത്ര ഭീവത്സമായിട്ടുള്ള സമീപനം ഹിറ്റ്ലർ നടത്തി എന്നാണ് നമ്മൾ വായിക്കുക. ഞാൻ പറയുന്നത്, ഈ യഹൂദൻ അവൻ്റെ ദൈവത്തോടുള്ള ആഭിമുഖ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി യഹൂദന് പള്ളിയില്ല, ദേവാലയം ഇല്ല. AD 70 യെരുശലേം ദേവാലയം തകർന്നു കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു പള്ളി ഉണ്ടായിട്ടില്ല. പള്ളിയില്ലെങ്കിൽ പിന്നെ എന്താ? പള്ളിയില്ലെങ്കിൽ ബലിയില്ല, പള്ളിയില്ലെങ്കിൽ ധൂപമില്ല. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി, 2000 വർഷങ്ങളായി ബലി അർപ്പണമില്ലാതെ, ധൂപാർപ്പണമില്ലാതെ യഹൂദൻ അവൻ്റെ മതം നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുകയാണ്. സഹോദരങ്ങളെ, അവരെത്ര വേണമെങ്കിലും അവരെ കൊണ്ടത് സാധിക്കും. കാരണം മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ മിസ്രൈമിൽ 430 വർഷം അവർ കഴിഞ്ഞു. അവരവരുടെ ദൈവത്തെ മറന്നില്ല. ബാബിലോണിൽ 70 വർഷം അവർ കഴിഞ്ഞു. എല്ലാം തകർന്നു എന്ന് വിചാരിച്ചതാണ്. അവിടെ നിന്നും ദൈവം അവരെ ഉയർത്തി. ചതഞ്ഞ ഓട ഒടിച്ചു കളയുകയില്ല, പുകഞ്ഞ തിരി കെടുത്തിക്കളയുകയില്ല എന്ന് പറയുന്നത് പോലെ തകർന്ന് തരിപ്പണമായ യഹൂദനെ വീണ്ടും സടകുടഞ്ഞെഴുതേക്കുവാൻ ശക്തീകരിക്കുന്ന, പ്രാപ്തനാക്കുന്ന ഇസ്രായേലിന്റെ ദൈവം. അതുകൊണ്ടാണ് സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട് എന്ന് ചൊല്ലുന്നതല്ലേ 46 സങ്കീർത്തനം. യാക്കോബിന്റെ ദൈവം നമ്മുടെ, അവൻ പാടുന്ന പാട്ടാണ്, നമ്മൾ ഏറ്റുപാടുന്നത് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത സമയത്ത് ഒരാൾ ചോദിച്ചു, ഈ 51 സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാചകം, അവസാനത്തെ വാക്യം എന്താ? അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരയേറും. നമ്മളിന്ന് കാളയും കൊണ്ടാണ് വരുന്നത്. ആദ്യ പോലെ ലേലത്തിനെങ്ങാനും മൂരിക്കിടാവിനെ കൊണ്ടുവന്നെങ്കിലായി, ഇല്ലെങ്കിൽ കാളയായിട്ട് ആരും വരത്തില്ല. അപ്പോൾ അച്ചു, ഇത് മാറ്റണ്ടേ? ഇത് പഴയ നിയമമല്ലേ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളിത് കാളകൾ മാറ്റി. ഞാൻ വ്യക്തിപരമായി നിങ്ങൾക്ക് എന്നേക്കാൾ അറിവുള്ള ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്വീകരിച്ചു, എനിക്കൊരു വിയോജിപ്പുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയട്ടെ. പഴയ നിയമ സങ്കീർത്തനം അതുപോലെ ചൊല്ലാനേ നമുക്കൊക്കെ ഉള്ളൂ. നമ്മുടെ ഭാഷയിലാക്കാൻ അനുവാദം ഇല്ല. നമ്മുടെ ചില ആളുകളുണ്ടല്ലോ, ഈ പാട്ട് സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ മമകാന്തനെ ഒന്ന് കാണുവാൻ, ബാക്കി മനം കാത്തിടുന്നു എന്നാണ് ഈ പാട്ടുകാരൻ പാടിയത്. നമ്മൾ ഇന്നത് ദിനം കാത്തു നാക്കി. ആരാ നിങ്ങൾക്ക് ഈ അധികാരം തന്നെ? ഗായക സംഘത്തിന് ആരാ? നിങ്ങൾ പാടിയെന്നല്ല കേട്ടോ, നിങ്ങൾ പാടി. ഞാൻ വരുന്നത് വരെ പാടിയോണ്ട് എനിക്ക് നിങ്ങളെ കൊണ്ട് അത്രയും സഹായം ഉണ്ടായി. നിങ്ങളെ കുറ്റം പറയാൻ ആരാ ഇത് മാറ്റിയിട്ടെ? ഏതെങ്കിലും ഒരു അക്ഷരം മാറ്റുക, ഒരു വാക്ക് മാറ്റുക, ഒരു ലൈൻ മാറ്റുക, എന്നിട്ട് മിടുക്കനാവുക. എന്നിട്ട് ഏതാണിപ്പോൾ ഒറിജിനൽ എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നൊരു സാഹചര്യം. സഹോദരങ്ങളെ, എഴുതിയവൻ്റെ ഒരു ആത്മാവുണ്ട്. ആ സ്പിരിറ്റ്, ആത്മാവെന്ന് ഞാൻ പറയുന്നത് ശരീരത്തിനകത്തിരിക്കുന്ന മരിക്കുമ്പം വിട്ടുപോകുന്ന ആത്മാവല്ല, ദ സ്പിരിറ്റ്. ആ സ്പിരിറ്റിൽ വേണം പാട്ട് പാടാൻ. അല്ലാതെ ആ പാട്ടെടുത്ത് നമ്മുടേതാക്കിയിട്ട് ചില മാറ്റങ്ങൾ വരുത്തി പാടുന്നതല്ല. സങ്കീർത്തനം അതുപോലെ ചൊല്ലുകയാണ്. എന്ന് പറഞ്ഞാൽ സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാണെന്ന് ഇസ്രായേൽ പാടുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു
കടലിടുക്കിൽ വെച്ച് നിന്റെ പേരെന്താകുന്നു എന്ന് ചോദിച്ച് ഗുസ്തി പിടിച്ച ഒരു കഥ. യാക്കോബിന്റെ ദൈവം അപ്പന്റെ അമ്മയുടെ അടുത്ത് നിന്ന് എല്ലാം സ്വന്തമാക്കാനുള്ള അത്യാഗ്രഹത്തോടെ വർത്തിച്ചവൻ, എല്ലാം ഇട്ടിട്ടോടി 20 വർഷം ലാബാന്റെ വീട്ടിൽ അടിമയെ പോലെ വേല ചെയ്ത, ഒന്നുമില്ലാതെ വേല ചെയ്ത ആ ഗതികേടിന്റെ കഥ. അവിടെ നിന്ന് അവനെ ദൈവം അനുഗ്രഹിക്കുന്ന കഥ. ഇവൻ പറഞ്ഞു, യാക്കോബിന്റെ ദൈവം, അവർ അബ്രഹാമിന്റെ ദൈവത്തെക്കാൾ ഇസഹാക്കിന്റെ ദൈവത്തെക്കാൾ അവരേറെ താല്പര്യപ്പെടുന്നത് യാക്കോബിന്റെ ദൈവത്തെയാണ്. കാരണം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽക്കാരുടെ ദൈവത്തോടുള്ള ആഭിമുഖ്യം, ഞാൻ പറഞ്ഞു 20 നൂറ്റാണ്ടായിട്ട് പള്ളിയില്ല. പിന്നെ ഇവൻ എന്താ ചെയ്യുന്നതെന്നറിയാവോ? അവൻ ചിതറിപ്പോയ ഇടങ്ങളിലെല്ലാം അവനൊരു പള്ളി തല്ലിക്കൂട്ടി. എന്താ പള്ളിയുടെ പ്രത്യേകത? ആ പള്ളി ബലിയും ധൂപമൊന്നുമില്ല, ആ പള്ളി പ്രാർത്ഥനയുണ്ട്, ആ പള്ളി പാട്ടുപാടും, ആ പള്ളി പ്രസംഗിക്കും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രാർത്ഥനയോഗം പോലെ. ഇപ്പോഴും യഹൂദൻ നമ്മൾ പ്രാർത്ഥനയോഗം, നിങ്ങളൊന്ന് ആലോചിച്ചേ, ആരാധന നിർത്തിയിട്ട് പ്രാർത്ഥനയോഗം കൊണ്ട് നടന്നോളാൻ പറഞ്ഞാൽ വള്ളമല പള്ളിക്കാർ എത്ര കൊല്ലം പോകും? വിശുദ്ധ കുർബാനയില്ല, മറ്റ് കൂദാശകളൊന്നുമില്ല, ആകെയുള്ളതൊരു പ്രാർത്ഥനയോഗം മാത്രമാണ് എന്ന് പറഞ്ഞാൽ, സൗദിയിലൊക്കെ ഒരു കാലത്ത്, ഇപ്പം വിശുദ്ധ കുർബാന ആരംഭിച്ചിട്ടുണ്ട്, അവിടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കുർബാന കാണാൻ കൊതിച്ച് എത്ര കാലം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പിടിച്ചു നിൽക്കാനൊക്കെ ഇല്ല. പക്ഷെ യഹൂദനെ സംബന്ധിച്ച് അവന്റെ സ്മരണ, അവന്റെ ആഭിമുഖ്യം അവന്റെ ദൈവത്തോടാണ്. ഒരു ഇഞ്ച് കിട്ടിയാൽ അതിൽ പിടിച്ചു കയറുന്നവനാണ് അവൻ. ഇസ്രായേലിൽ കാണാൻ പോയിട്ടുള്ളവർക്കറിയാം, ഒരു മതിലിനടുത്ത് പോയി തലയിടിച്ച് മുഖമിടിച്ച് കരയുന്ന യഹൂദന്റെ മുഖം. അവൻ എന്താ പ്രാർത്ഥിക്കുന്നറിയാവോ? ആ മതില്, അന്നത്തെ ശലോമോന്റെ കാലത്തെ മതിലാണെന്നാണ് വിശ്വാസം. ആ മതിലെ തലയിടിച്ചിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്, നിലവിളിക്കുകയാണ്. അപ്പുറത്തിരിക്കുന്നത് വേറൊരു സമുദായത്തിന്റെ അല്ലെങ്കിൽ വേറൊരു മതത്തിന്റെ ആരാധനാലയാണ്. അതാണ് അവന്റെ ആരാധനാലയത്തിന്റെ സ്ഥലം. അവിടെ ഒരു ആലയം പണിയാൻ ഇവൻ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നാം കാണുന്നത്. പക്ഷേ ശാബത്ത് ആചരണത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, ന്യായപ്രമാണത്തിന്റെ ആചരണത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, ദൈവം കൊടുത്തിട്ടുള്ള കൽപ്പനകളുടെ ആചരണത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. നിങ്ങൾക്കറിയാം, ഹമാസ് ആക്രമിക്കുന്ന ദിവസം അവൻ ശാബത്തായിരുന്നു. ശാബത്തിൽ അവൻ സ്വസ്ഥമായി ഇരുന്നു. അത് പെരുന്നാളിന്റെ ശാബത്തായിരുന്നു. അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം, ഇവൻ അടങ്ങിയിരിക്കുന്ന പ്രതികരിക്കാത്ത ദിവസമാണെന്ന് കൃത്യമായി പ്രമാണം നിർവഹിക്കുന്നവനാ. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? അവന്റെ സംസ്കാരത്തെ തകർക്കാൻ ആരെ കൊണ്ടും സാധിച്ചില്ല. ലക്ഷക്കണക്കിന് യഹൂദന്മാരെ കൊന്നൊടുക്കി, പക്ഷേ യഹൂദ സംസ്കാരത്തെ ഇല്ലാതാക്കുവാൻ സാധിച്ചില്ല. നിങ്ങൾക്കറിയാവോ, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ജാതിയായിരുന്നു, ഇന്നതൊരു രാജ്യമാണ്. ഒരിക്കൽ ഇതൊരു ജാതിയായിരുന്നു, ഇന്നതൊരു രാജ്യമാണ്. വീണ്ടും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, യാക്കോബിന്റെ 12 മക്കളാണ് ഇസ്രായേൽക്കാർ. അവരാണ് ഇസ്രായേൽ എന്നറിയപ്പെടുക. എന്നാൽ ഈ 12 ഗോത്രം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ ഒരു കൂട്ടരുടെ 10 ഗോത്രത്തിന്റെ പേര് ഇസ്രായേൽ എന്നായി, ബാക്കി 2 ഗോത്രത്തിന്റെ പേര് യഹൂദിയ എന്നായി. യഹൂദൻ അങ്ങനെ ഉണ്ടായതാണ്. പക്ഷേ ഈ 10 ഗോത്രം ഇല്ലാതായി തീർന്നിട്ട് യഹൂദൻ അവശേഷിച്ചു. അങ്ങനെ യഹൂദന്മാരായി 10 ഗോത്രക്കാർ ശമര്യരായിട്ട് മാറിപ്പോയി. ഈ യഹൂദന്മാർ അവർ വസിക്കുന്ന സ്ഥലത്തിന്റെ രാജ്യത്തിന്റെ പേരാണ് ഇന്ന് ഇസ്രായേൽ. മറ്റേത് നാമാവശേഷമായിട്ട് പോയി. ഇതാണ് ചരിത്രം. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തമായ ദൈവ പദ്ധതിയിലൂടെയാണ് ഈ ജനം നയിക്കപ്പെടുന്നത് എന്നർത്ഥം. സഹോദരങ്ങളെ, ജന്മം കൊണ്ട് ദൈവം തരുന്ന മഹത്തായ ഭാഗ്യമാണ് മതവിശ്വാസം. അതൊരു സംസ്കാരമാണ്. അത് നമ്മൾ ചോദിച്ചു മേടിച്ചതല്ല, അത് നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടുന്നതല്ല. അത് ദൈവത്തിന്റെ ഔദാര്യ. അപ്പൻ എന്താണ്, അമ്മ എന്താണ്, പിറന്ന കുടുംബം എന്താണ്, പിറന്ന ഭാഷ എന്താണ്, പിറന്ന നാടേതാണ് എന്ന കാര്യത്തിലൊന്നും നമുക്ക് സ്വതന്ത്രമായി ഒരഭിപ്രായം ഇല്ലാത്തതുപോലെ പിറവിയിൽ കിട്ടുന്ന മഹത്തായ ഭാഗ്യമാണ് സഭ, മതം എന്ന് പറയുന്നത്. അതൊരു സംസ്കാരമായി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അതിന് ചെയ്യേണ്ടത് ആ സംസ്കാരത്തെ നെഞ്ചിലേറ്റുക എന്നുള്ളതാണ്. ദേശം വിട്ട്, കുടുംബം വിട്ട്, ദേവാലയം വിട്ട് ദേവാലയം ഇല്ലാത്ത സാഹചര്യത്തിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയപ്പോഴും യഹൂദൻ അവൻ്റെ സംസ്കാരത്തിൽ നിന്ന് മാറിയില്ല. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ് മൈഗ്രേഷൻ. ദേശം വിട്ടിട്ട് കുഞ്ഞുങ്ങൾ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾ പോയാൽ എവിടെ വേണേലും പൊക്കോ,
ഇനി അധികകാലം പോകേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ഓരോ രാജ്യവും നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോയി നല്ല നിലയിലാവുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യം. നല്ല നിലയിൽ ആകണം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഈ പറയുന്നതിനകത്ത് നിങ്ങൾക്കൊന്ന് സങ്കടം തോന്നണ്ട. പോകാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ പൊക്കോ. ഈ അടുത്ത സമയത്ത് ഒരു അപേക്ഷ കിട്ടി. വീട് ജപ്തി ഭീഷണിയിലാണ്. എന്താ കാര്യം? മോക്ക് കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വസ്തു ഈട് വെച്ച് ലോൺ എടുത്ത് കാനഡയിൽ അവിടെ ചെന്ന് പഠനം പൊളിഞ്ഞുപോയി. തിരിച്ചു വന്ന കുട്ടിക്ക് വീണ്ടും ആവേശമായി. ആ കുട്ടിക്ക് വീണ്ടും കാനഡയ്ക്ക് പോകാൻ വേണ്ടി അയൽവക്കത്തുള്ള വീട്ടിലെ വസ്തു പണയം വെച്ചിട്ട് അവർ ലോൺ എടുത്തു. നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ട്, എന്തൊരു മടയത്തരാണ് കാണിച്ചേ. അയൽക്കാരനാണ് ഇപ്പം വന്ന് നിൽക്കുന്നത്. അച്ഛാ, എന്തെങ്കിലും ചെയ്യാനൊക്കുവോ? ഞങ്ങളുടെ വീട് ജപ്തിയിലാണ്. സ്വന്തം വീട്ടിലെ ആൾക്ക് വേണ്ടിയിട്ടല്ല, ഇതൊരു മാനസിക അവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ പോകുന്നത് കണ്ടോണ്ട് ഒക്കെ നിങ്ങൾക്ക് പോകാമെങ്കിൽ പൊക്കോണം, രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടോണം. ഞങ്ങൾ കുറേ വാർദ്ധക്യങ്ങൾ അടിച്ചു പൊളിച്ചിവിടെ ജീവിച്ചോളാം. അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ നിങ്ങളൊക്കെ ഇല്ലാതെ വരുമ്പോൾ പള്ളിയിലൊക്കെ വലിയ രസമായിരിക്കില്ല. അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചോളാം. ഞാൻ പ്രിയപ്പെട്ടവരെ, മൈഗ്രേഷൻ, കുഞ്ഞുങ്ങൾ എവിടെ പോയാലും ആദ്യം അന്വേഷിക്കേണ്ടത് പള്ളി. എവിടെയാണ് ആരാധനയുള്ളത്? അത് കണ്ടുപിടിക്കാൻ ആദ്യം ഇപ്പോൾ നമുക്ക് ഗൂഗിൾ ലൊക്കേഷൻ കിട്ടും. എവിടെയാണ് പഠിക്കാൻ പോകുന്നത്? യൂണിവേഴ്സിറ്റി എവിടെയാണ്? അക്കോമഡേഷൻ എവിടെയാണ്? അക്കോമഡേഷനും യൂണിവേഴ്സിറ്റിയും കണ്ടു കഴിഞ്ഞാൽ ഉടനെ അടുത്തത് സെർച്ച് ചെയ്യേണ്ടത് നിയറസ്റ്റ് ഓർത്തഡോക്സ് ചർച്ച്, ഏറ്റവും അടുത്തുള്ള ഓർത്തഡോക്സ് പള്ളി ഏതാന്ന്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സംസ്കാരം തകർന്നു പോകത്തില്ല. നിങ്ങളെ വളർത്തിയവർ ദുഃഖിക്കേണ്ടി വരത്തില്ല. ഞാൻ പറയട്ടെ, ലക്ഷക്കണക്കിന് യഹൂദന്മാരെ കൊന്നൊടുക്കിയിട്ടും അന്ന് കൊല്ലപ്പെട്ടവർ മരണാനന്തരം ഇന്ന് അവർ അഭിമാനിക്കുകയാണ്. കാരണം ചിതറിപ്പോയ യഹൂദന്മാർ തിരിച്ചു വന്ന ഇസ്രയേൽ എന്നൊരു രാജ്യം സ്ഥാപിച്ച് അതിനകത്ത് ലോകത്തെ മുഴുവൻ ഒരു ചോദ്യത്തിലായി ആഴ്ത്തുന്ന, വെല്ലുവിളി ഉയർത്തുന്ന ഒരു ശക്തിയായി മാറുമ്പോൾ അന്ന് കൊല്ലപ്പെട്ടവരെല്ലാം ഇന്ന് ആനന്ദിക്കുകയാണ്. നിങ്ങൾ വായിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചപ്പോൾ ഇസ്രയേലിൽ വന്നു. ഒന്നാമത്തെ വിസിറ്റ്, ഇപ്പം 4 പ്രാവശ്യം പറ്റും അദ്ദേഹം വന്നിട്ടുണ്ട്. ഒന്നാമത്തെ വിസിറ്റാണ്. അദ്ദേഹം വന്ന് അതിലെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഒരു വാക്ക് പറഞ്ഞ്, അതിനാണ് ഞാനൊരു യഹൂദനായതുകൊണ്ടാണ്. ആസ് എ ട്രൂ ജ്യൂ എന്താ അദ്ദേഹം പറഞ്ഞു? യഥാർത്ഥ യഹൂദനായതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരാണ്? യഹൂദനാണ്. അമേരിക്കയ്ക്ക് അനങ്ങാൻ മേലാത്തതുപോലെയാണ് അമേരിക്കയിൽ യഹൂദൻ്റെ സാന്നിധ്യം. ഞാൻ ഇത്രയും പറയാൻ കാരണം, ജെറുസലേം ഇന്ന് ശ്രദ്ധാകേന്ദ്ര. ദൈവം തെരഞ്ഞെടുത്ത് വേർതിരിച്ച് ദേവാലയമാക്കി വെച്ച ദേവാലയം തകർന്നു പോയി. പക്ഷേ ആ സ്ഥലം ഇന്നും ആ നാമം ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറുക. അപ്പൊ നമുക്ക് കാണാം, ഇവൻ മേളിൽ നിന്ന് താഴേക്ക് ഒരു പോക്കാണ്. ഇനി എന്താണ് ഇവന്റെ ഈ യാത്രയിൽ സംഭവിക്കുന്ന പ്രശ്നം? 3 കാര്യങ്ങളാണ്. അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുക ട്രാപ്പാണല്ലേ, കെണിയാണിതുകൊണ്ടാണല്ലോ അകപ്പെടുക എന്ന് പറയുന്നത്. ചെന്നങ്ങോട്ട് കയറുമല്ല, അകപ്പെട്ടു പോയി. എനിക്ക് തോന്നുന്നത് സ്നേഹിതന്മാരെന്ന് വിശ്വസിച്ചവർ കള്ളന്മാരായി പോയതാണോ? അങ്ങനെ ചില ആളുകളുണ്ട്. നമുക്ക് പലപ്പോഴും കുറേ നാൾ കഴിയുമ്പോഴാണ് ഒറിജിനൽ സ്വഭാവം മനസ്സിലാവുക. ഞാൻ അതിനുവേണ്ടി ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞോട്ടെ. നിങ്ങളൊക്കെ ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന സാഹചര്യത്തിൽ കപ്പയിടും. ഈ കപ്പയിടുമ്പോൾ നമ്മളെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, കപ്പ മുഴുവൻ ആര് കൊണ്ടുപോവുക? എലി കൊണ്ടുപോവുക. കപ്പ മുഴുവൻ എലി കൊണ്ടുപോവുകയാണെന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ട് മുഴുവൻ എലി ഒരിക്കലും കൊണ്ടുപോയിട്ടില്ല. ഒരു കിഴങ്ങ് എലി എടുക്കുമ്പോൾ ബാക്കി 4 കിഴങ്ങ് അതിൽ നമ്മളാരും അസറ്റ്സ് പറയത്തില്ല, ലയബിലിറ്റി മാത്രമേ പറയുള്ളൂ. കടം മാത്രം നമ്മൾ എൻ്റെ അച്ഛോ എന്തോ ഒരു കടമാണെന്നറിയാവോ? എത്രയുണ്ട് കടം? 14 ലക്ഷം രൂപയുണ്ട്. ഓക്കെ, എന്തുകൊണ്ട്? വീടെങ്ങനെയുണ്ട്? ആ വീടുണ്ട്. എത്ര സെൻറ്റ് സ്ഥലമുണ്ട്? 25 സെൻറ്റ് സ്ഥലം. നിനക്കാണോ കടം? അസറ്റ്സ് പറഞ്ഞിട്ടേ എന്തു പറയാവുള്ളൂ? ലയബിലിറ്റി. അല്ല, ദൈവസന്നിധി നന്ദികേടാണ്. ദൈവസന്നിധിയിൽ നമുക്കുള്ളത് പറഞ്ഞിട്ട് ഇല്ലാത്തതിൻ്റെ കണക്ക് അവതരിപ്പിക്കാവൂ. പലപ്പോഴും നമ്മൾ അസറ്റ്സ് പറയാതെ ലയബിലിറ്റി മാത്രം, കടമാണ്
പ്രയാസമാണ്, പ്രാരാബ്ധമാണ് പറയുന്നവരാ. ഓട്ടെ, കപ്പ, ഈ കപ്പ എലി തുരന്ന് തിന്നുകയാണ്. എലിയുടെ പണിയാണ് തുരക്കുക എന്നുള്ളത്. അതിനനുസരിച്ചുള്ള ഷെയ്പ്പാണ് എലിക്ക് ദൈവം കൊടുത്തിട്ടുള്ളത്. നമ്മൾ കപ്പ ഇടുമെന്നും എലി തുരന്ന് തിന്നണമെന്നും ഉള്ളത് ആരുടെ നിശ്ചയം? ദൈവനിശ്ചയം എന്ന് പറയേണ്ടി വരും. കാരണം പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കുറെ ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഞാൻ തിരിച്ചൊരു കാര്യം പറയുക, കൊടുക്കേണ്ടതങ്ങ് കൊടുത്താൽ ഇതുങ്ങളൊന്നും തുരന്ന് തിന്നത്തില്ല. കൊടുക്കേണ്ടത് കൊടുക്കാത്തത് കൊണ്ടാണ് തുരന്ന് തിന്നുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ എലി ഒരു ദിവസം കപ്പ മാന്താനായിട്ട് വരുമ്പോൾ വഴിയിലിരിക്കുകയാണ് കപ്പ. മൃഷ്ടാംഗ ഭോജനം. എലി വരുന്ന വഴിയിൽ കപ്പ ഇരിക്കുന്നു. എലി ചാടി വളരെ സന്തോഷത്തോടെ, നമുക്കതാണല്ലോ പണി ചെയ്യാതെ കൂലി കിട്ടുക, ലോട്ടറി അടിച്ച് രക്ഷപ്പെടുക, ഇതൊക്കെ നമുക്ക് വലിയ ആവേശം തരുന്നതാണ്. എലി ചാടി കപ്പയ്ക്ക് പിടിച്ചു. ടപ്പോന്നൊരൊച്ച കേട്ട് പെട്ടി അടഞ്ഞ്. എലിപ്പെട്ടി. എന്നെ അതിശയപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം, ഈ കപ്പ പിന്നെ ആര് തിന്നത്തില്ല? എലി തിന്നത്തില്ല. ഏതെങ്കിലും പെട്ടിക്കകത്ത് വീണ എലി ബാക്കി കപ്പ തിന്നത് നിങ്ങളുടെ ആരുടെ അനുഭവത്തിലുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി. രാവിലെ നമ്മളെ ഒന്ന് നോക്കുമ്പോൾ വെച്ച കപ്പ അതുപോലെ കാണും. എലി പമ്മി പാവം ഒരു മൂലയ്ക്ക്. ആകെ ആ എലി ചെയ്തത് നിങ്ങളുടെ 2 കിഴങ്ങ് തലേ ദിവസം അടിച്ചു മാറ്റി എന്നുള്ളതാണ്. ഇപ്പൊ എലിയുടെ ജീവൻ അപകടത്തിലാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞത്, എലി അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണ്ട? ഭക്ഷണം വേണ്ട. അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആസ്വാദനയില്ല. നമുക്കിപ്പോ ഭക്ഷണം, അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ രുചിയും അതിൽ നിന്ന് കിട്ടുന്ന ഗുണമേന്മകളൊക്കെ നമ്മളിങ്ങനെ ആസ്വാദനത്തോടെ ഓർക്കും. അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആസ്വാദനയില്ല. വസ്ത്രത്തിന് ആസ്വാദനയില്ല, ആഭരണങ്ങൾക്ക് ആസ്വാദനയില്ല, ഭക്ഷണത്തിന് ആസ്വാദനമില്ല. അകപ്പെട്ടവന് എല്ലാ ആസ്വാദനവും ഇല്ലാതാവുകയാണ്. സ്വാതന്ത്ര്യമുള്ളവന് മാത്രമേ എന്തുള്ളൂ? ആസ്വാദനമുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അകപ്പെടാതെ, ട്രാപ്പിൽ പെടാതെ നോക്കുക. എല്ലാ അർത്ഥത്തിലും ട്രാപ്പിൽ പെടാതെ നോക്കുക. അകപ്പെട്ട് കഴിഞ്ഞാൽ ആസ്വാദനമില്ലാതാവുകയാ. പ്രിയപ്പെട്ടവരെ, നമ്മളെ നോയമ്പിലെ പ്രാർത്ഥനയിൽ ഒരു വാചകം ഇങ്ങനെ പറയും, അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് വെച്ച് വഴിയിൽ പതിയിരിക്കുന്ന ഒരുത്തനെ കുറിച്ച് നമ്മളെയൊക്കെ വീഴിക്കാൻ വളരെ വിദഗ്ധമായി ട്രാപ്പിൽ പെടുത്തുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു പൈശാചിക ഭാവമുണ്ട്. പ്രിയപ്പെട്ടവരെ, അകപ്പെട്ടു പോവുകയാണ്. എന്താ അകപ്പെടാനുള്ള കാരണം? ഈ എലിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സുഖം നേടുവാൻ, സമ്പാദ്യം നേടുവാൻ, എല്ലാം കൈക്കലാക്കുവാൻ സുഗമമായ പുതിയ മാർഗങ്ങൾ, ഇന്ന് പണം സമ്പാദിക്കുവാൻ മനുഷ്യൻ കണ്ടെത്തുന്ന മാർഗങ്ങളൊന്ന് നോക്കിക്കേ. പലരും അകപ്പെട്ടു പോവുകയല്ലേ. എന്തൊരു സങ്കടകരമായ അവസ്ഥയെ. ഞാൻ എപ്പോഴും എൻ്റെ ഒരു മാനസികാവസ്ഥയാണ്, അത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോ, എന്നോട് പറയേണ്ട, മാറ്റാൻ ഞാൻ തയ്യാറല്ല. ആരെങ്കിലും കുറ്റവാളികൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരുടെ കൂടെയാണ്. പിടിക്കപ്പെടുന്നത് വരെ അവനെ എങ്കിലും പിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്തേ, എത്ര ദയനീയമാണല്ലേ ഒരു പിടിക്കപ്പെട്ടവൻ്റെ അവസ്ഥ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രമാദമായ കേസുകൾ, ആ കേസുകളിൽ പിടിക്കപ്പെട്ട അവർ പോലീസിൻ്റെ അകമ്പടിയോടുകൂടെ വരുന്നത് കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കോട്ടയം ടൗണിൽ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ വിലങ്ങ് വെച്ചിട്ട്, വിലങ്ങിങ്ങനെ പുറകോട്ട് മുമ്പിൽ വെച്ച നമ്മളൊക്കെ കാണുമല്ലോ, അതുകൊണ്ട് പുറകിലോട്ട് കൈകെട്ടി 2 പോലീസുകാരുടെ മധ്യത്തിലൂടെ നല്ല ചെറുപ്പക്കാര്, നല്ല മനുഷ്യരാകാൻ സാധ്യതയുള്ളവര് നടന്നു പോകുന്നത് കാണുമ്പോൾ എനിക്ക് പിന്നെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് എൻ്റെ മൈൻഡ് നോർമലല്ല. എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ വളരെ വ്യത്യസ്തമായ ചിന്തകളാണ്. സഹോദരങ്ങളെ, അകപ്പെടാതെ നോക്കുക. ഈ അടുത്ത സമയത്ത് ഒരു ജഡ്ജി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് യൂട്യൂബിൽ വൈറലായിരുന്നു. ഒരു ചെറുക്കൻ മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിലായി. ഇവൻ ജയിലിലായ വാർത്തയറിഞ്ഞ് അവൻ്റെ അപ്പൻ ഹൃദയസ്തംഭനം മൂലം മരിക്കുകയാണ്. ഈ മരിച്ച അപ്പൻ്റെ ബോഡി മോർച്ചറിയിൽ വെച്ചിട്ട് വക്കീൽ ഇവൻ്റെ ജാമ്യത്തിന് വേണ്ടി വാദിച്ചു. ജാമ്യം കിട്ടുന്നില്ല. വളരെ ഗൗരവതരമായ കേസായതുകൊണ്ട് ജാമ്യം കിട്ടുന്നില്ല. അവൻ ജഡ്ജിയുടെ കാല് വീണ് അപേക്ഷിക്കുകയാണ്, എനിക്ക് എൻ്റെ അപ്പൻ്റെ മൃതദേഹം കാണാൻ
ഒരവസരം തരണേന്ന്. അപ്പൻ മരിച്ചത് ഇവൻ കാരണമാണ്. ഇപ്പോൾ അവൻ ജഡ്ജിയോട് യാചിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതി പോലീസിൻ്റെ അകമ്പടിയോടുകൂടെ ഇത്ര സമയം അവൻ ചെന്ന് കണ്ട് തിരിച്ചു പോരാൻ. അവൻ ചെന്നു, മൃതദേഹം കണ്ടു. അവൻ്റെ അമ്മയ്ക്കൊന്നും അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ പോലും അവസരമുണ്ടാകാതെ അവൻ മടങ്ങുകയാണ്. വന്നതുപോലെ പോലീസിൻ്റെ കൂട്ടത്തിൽ തന്നെ മടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, അകപ്പെട്ടവന് പിന്നെ ആസ്വാദനയില്ല. നമ്മുടെ സ്വാതന്ത്ര്യം ഒരുപക്ഷെ അല്പ സുഖത്തിന് വേണ്ടി, അല്പ പണത്തിന് വേണ്ടി ഒരു ജീവിതം സുരക്ഷിതമാകും എന്ന് വിചാരിച്ച് പണത്തിൻ്റെയോ സുഖങ്ങളുടെയോ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും അടിയറ വെക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്, അല്ല, നമ്മുടെ ജീവിതമാണ്. അതുകൊണ്ട് പറയാനുള്ളത്, അകപ്പെടാതെ നോക്കുക. ഇവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. കള്ളൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൻ്റെ മുഖം കള്ളനായിട്ട് പ്രതിഫലിപ്പിക്കപ്പെടത്തില്ല. ഉണ്ടോ? കള്ളൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? പുറമേ മാന്യനായിട്ട് അവതരിപ്പിക്കപ്പെടുകയും അകമേ കള്ളൻ. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ക്രിസോസ്റ്റം തിരുമേനി ജയിലിൽ പോയതുപോലെയാണ്. ജയിലിൽ പോയെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറ്റം ചെയ്തിട്ട് പിടിച്ചോണ്ട് പോയതല്ല കേട്ടോ, ജയിലിൽ കാണാൻ പോയത്. ജയിലിൽ ഞാൻ പറയുന്ന ഒരു വാക്യം മാത്രം അടർത്തി എടുത്തിട്ട്, ക്രിസോസ്റ്റം തിരുമേനി ജയിലിൽ പോയി. മാർത്തോമാ സഭയുടെ പഴയ വലിയ മെത്രാപ്പോലീത്ത അദ്ദേഹം ജയിലിൽ ചെന്നിട്ട് കള്ളന്മാരോട് പറഞ്ഞു, എടോ നിങ്ങളൊക്കെ മണ്ടന്മാരായതുകൊണ്ട് അകത്ത്, ഞങ്ങളൊക്കെ മിടുക്കരായതുകൊണ്ട് പുറത്ത്. ഇത്ര വ്യത്യാസമുള്ളൂ, നമ്മളെല്ലാം ഒരുപോലെയാണ്. എന്ത് നല്ലൊരു കമൻറ്റാണ്. ഇതിൽ പരം അവർക്ക് കിട്ടാവുന്ന ഒരാശ്വാസ വാക്കില്ല. ഞാൻ സൂചിപ്പിച്ചതാ പ്രിയപ്പെട്ടവരെ, അകമേ പുറമേ രണ്ട് ഭാവങ്ങളാണ്. കള്ളൻ എന്ന് പറയുന്നതിൻ്റെ അവസ്ഥ അതാണ്. അകപ്പെടാതെ, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടാതെ നോക്കുക. നമുക്ക് തിരിച്ചറിയാൻ കഴിയണം, നമ്മുടെ ബന്ധങ്ങൾ, നാം അടുത്തിടപെടുന്ന സുഹൃത്തുക്കൾ, നാം അടുത്തിടപെടുന്ന ആളുകൾ കള്ളന്മാരല്ലെന്ന് ഉറപ്പാക്കുവാൻ നമുക്ക് കഴിയണം. അത് ആണും തമ്മിലുള്ള ബന്ധത്തിലും, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിലും, പെണ്ണും തമ്മിലുള്ള ബന്ധത്തിലും നമ്മൾ അടുത്തിടപെടുന്ന ആളുകൾ നമ്മളെ അകപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പാക്കുവാൻ നമുക്ക് കഴിയണം. പലപ്പോഴും സ്നേഹത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്ന വഴി വളരെ വേദനാജനകമായ വഴിയാണ്. അവർക്കറിയില്ല തങ്ങൾ ചെന്ന് ചേരുന്ന ഇടം അത്തരത്തിലൊരു ദുരന്തമാണ് എന്ന്. ഒരു പ്രായത്തിൻ്റെ ആവേശം, ഒരു കാലഘട്ടത്തിൻ്റെ ആവേശം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു അമിതമായ തീവ്രമായ സ്നേഹത്തിൻ്റെ അഭിവാഞ്ച, ഇതൊക്കെ അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എവിടെയാണ്? അടുത്ത സമയത്തൊരു അപ്പൻ പറയാണ്, എൻ്റെ മകൾക്ക് ഒരു പയ്യനുമായിട്ട് അടുപ്പമുണ്ട്. ഞാനതിന് വലിയ ഗൗരവം കൊടുത്തില്ല, കാരണം അതൊരു വാർത്തയല്ലല്ലോ ഇപ്പോൾ. അയാൾ പറഞ്ഞു, അതല്ല എൻ്റെ വീട്ടിൽ പണിയെടുക്കുന്നവൻ്റെ മകനുമായിട്ടാണ്. അടുത്ത നിമിഷം എന്തു പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. എങ്ങനെ ആദ്യം ഞാൻ വളരെ ലാഘവത്തോടെ കണ്ട വിഷയം, അടുത്ത സെക്കൻഡ് ഞങ്ങൾ അച്ഛന്മാർ അങ്ങനെ ചില അവസ്ഥ ചെന്നപ്പെടാറുണ്ട്. അടുത്ത നിമിഷം എൻ്റെ മനസ്സ് വല്ലാത്തൊരവസ്ഥയിലായി. എങ്ങനെ ഈ അപ്പനോട് മറുപടി പറയും? 2 ആഴ്ച കഴിഞ്ഞ് ആരുടെ അനുവാദമില്ലാതെ 2 പേരും വിവാഹിതരായി. ഈ അപ്പനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എന്ന വിധം ഞാൻ അവിടെ ചെന്ന് അയാൾ പറഞ്ഞ വാചകം, അച്ഛാ, ഏതെങ്കിലും വിഷയത്തിൻ്റെ പേരിൽ അവൻ അവളെ തള്ളിയാൽ എൻ്റെ കൊച്ചിൻ്റെ അവസ്ഥ എന്താവും? അത്ര പറ്റുള്ളൂ നമുക്ക്. നമ്മളെ ഉപേക്ഷിച്ച്, അപ്പനെ അമ്മയെ ഉപേക്ഷിച്ച് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ആ സ്നേഹത്ത് എത്ര വലിയ മഹാസമുദ്രമാണ് എന്ന് തിരിച്ചറിയാതെ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോയിട്ട് എല്ലാം ജയിച്ചു എന്ന് അല്ലെ തോൽപ്പിച്ചുവെന്ന് നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ചവിട്ടി തേച്ചിട്ട് യാത്രയാകുന്ന ആ മകളെ നോക്കി, മകനെ നോക്കിയിട്ട് അപ്പനും അമ്മയും പറയുന്ന വാചകം, തമ്പുരാനെ എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തരുതെന്നാണ്. ഈ സ്നേഹം മനസ്സിലാകാൻ ഇനി നമ്മൾ എത്ര ദൂരെ യാത്ര ചെയ്യണം? ഈ മാനസികാവസ്ഥ തിരിച്ചറിയാൻ ഞാൻ ഇപ്പോഴാണ്, ചിലരുടെ ഒരു വാദമാണ്, ഞാൻ ഇപ്പോഴാ അച്ഛാ സ്നേഹം എന്നാന്ന് അറിഞ്ഞേ. അമ്മ മുലയൂട്ടിയപ്പോൾ അവൾക്ക് ബോധമില്ലായിരുന്നു.
അപ്പൻ കൊണ്ട് മടിയിലിരുത്തി പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ തിരിച്ചറിവില്ലായിരുന്നു. ഈ സ്നേഹം ആവോളം ഊറ്റിയ, ആവോളം ആസ്വദിച്ചവൻ അപ്പനെതിരായി, അമ്മയ്ക്കെതിരായിട്ട് ട്രാപ്പിലേക്ക് യാത്രയാവുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിഭയങ്കര ബുദ്ധിയാണ്. പക്ഷേ വിവേകം, തങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി അത് സുരക്ഷിതമാക്കുവാൻ പറ്റുന്ന വിവേകമില്ലാതെ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ട്രാപ്പിൽ പെടരുത്. നിങ്ങൾക്ക് സ്നേഹിക്കാനോ പ്രേമിക്കാനോ ഒക്കെ ഒരു പ്രായത്തിൽ വലിയ ത്രില്ല് തോന്നിയേക്കാം. പക്ഷേ ആ പ്രായത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുചെന്നെത്തിക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ മരണം വരെ ഒരു കുറ്റബോധമായി, ഒരു നഷ്ടബോധമായി, എന്നും ഓർമ്മിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന വേദനകളായി. അല്ല, കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും രോഗത്തിലോ പ്രയാസത്തിലോ ആയാൽ, പ്രിയപ്പെട്ടവരെ, മനസ്സെന്നും സമ്മർദ്ദം ചെലുത്തുന്ന ഒരു അടിമത്വം ഇതാണോ? അത് വേണായിരുന്നോ ഈ കുറ്റബോധത്തിൻ്റെ അവസ്ഥ? ആലോചിക്കുക. ഒരു മനുഷ്യൻ ക്യാൻസറാണ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ വരാമോ എന്ന് ചോദിച്ചൊരാൾ വിളിച്ചു. ഞാൻ പോയി. ഭയങ്കര അതിശക്തനായ ഒരു മനുഷ്യൻ, ഒരു 120 കിലോ വരും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തൂക്കം, ഇന്നില്ല കേട്ടോ, ഉണ്ടായിരുന്നപ്പോൾ. ഭാര്യയും മകനും കൂടെ കൂടി പിടിച്ചിട്ട് എഴുന്നേക്കാൻ ഒക്കുന്നില്ല, ക്യാൻസറാണ്. ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എന്നെ കൊണ്ടുപോയ ആൾ, അതിന് മുമ്പ് ഉള്ളത് പറഞ്ഞില്ല, ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, ഈ പ്രദേശത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ച ആളാണ്, ഒരു ഗുണ്ടയായിരുന്നു, ഇപ്പം കിടുകിട വിറയ്ക്കും. എന്നാ നാളുണ്ട് നമ്മുടെ ആരോഗ്യത്തിന്. ഏതെങ്കിലും പ്രായത്തിൽ രക്തത്തിളപ്പിൻ്റെ പേരിൽ ഒരു സമ്മാനിക്കുന്ന ആവേശവുമായി ചെയ്തു കൂട്ടുന്ന അനധികൃതമായ, പ്രിയപ്പെട്ടവരെ, അനാവശ്യങ്ങളായ ചെയ്തികൾ, അതും നമ്മളെ തുറച്ചു നോക്കും. എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അകപ്പെടാതെ നോക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഇവര് എന്നാ ചെയ്തത്? അവൻ്റെ വസ്ത്രം അഴിച്ചു എന്നുള്ളത്. എന്ത് വസ്ത്രം അഴിക്കുക? നിങ്ങൾ വേദപുസ്തകം പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വസ്ത്രം നഷ്ടപ്പെടുന്നതും വസ്ത്രം കിട്ടുന്നതുമായ കുറേ പരാമർശങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. വസ്ത്രമില്ലാത്തവനായി തീർന്നു. ഇവൻ്റെ വസ്ത്രം അഴിച്ചു എന്ന് പറഞ്ഞാൽ എന്തിനാ തുണി ഉടുക്കുന്നത്? എന്തിനാ? നാണം. പിള്ളേരൊന്നും ഒന്നും വേണ്ടതില്ല, നാണം മറയ്ക്കാൻ. അതെ, തുണി ഉടുത്തില്ലെങ്കിൽ എന്താ വരിക? ലജ്ജ വരും, നാണം വരും, മാന്യത. അതുകൊണ്ടാണ് വസ്ത്രം ധരിക്കുന്നത്. മാന്യത നഷ്ടപ്പെടുമ്പോഴാണ് വസ്ത്രം ഇല്ലാതാവുന്നത്. ബോധം നഷ്ടപ്പെടുമ്പോഴാണ് അത് സംഭവിക്കുക. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം എത്രയിടത്താണ് വസ്ത്രമില്ലാതെ നിൽക്കുന്ന മനുഷ്യരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവൻ്റെ മാന്യത, ഇവൻ്റെ ജീവിതത്തിൽ അവൻ ഉടുത്തുകൊണ്ടിരുന്ന വസ്ത്രമഴിച്ചു, അവൻ്റെ മാന്യത ഇല്ലാതാക്കി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മാന്യത ജന്മസിദ്ധമാണ്. നമുക്ക് ചോദിച്ചു മേടിക്കാൻ ഒക്കുന്നൊരു സാധനമല്ല മാന്യത. അതൊരു കൈമാറ്റമാണ്. മാന്യമായി ഒരു കുടുംബത്തിൽ പിറക്കുക, മാന്യനായ ഒരപ്പൻ്റെ മകനാവുക, മാന്യയായ ഒരമ്മയുടെ മകനാവുക. ഇതൊക്കെ ദൈവദത്തമാണ്. നമുക്കതിൻ്റെ മേൽ യാതൊരു കർത്തൃത്വവും ഇല്ല. എൻ്റെ അപ്പൻ മോശമാണെങ്കിൽ, അദ്ദേഹമാണ് ജന്മം തരുന്നതെങ്കിൽ ഞാൻ അനുഭവിച്ചേ പറ്റുള്ളൂ. ആരാണ് അപ്പനെന്ന് ചോദിച്ചാൽ എനിക്ക് ആ പേര് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, മാന്യത ജന്മസിദ്ധമാണ്. ജന്മം കൊണ്ട് ദൈവം തന്ന ഭാഗ്യമാണ്, ജന്മസ്വത്താണ്. നിങ്ങൾ എല്ലായിടത്തും അങ്ങനെ ആകണമെന്നില്ല, നമ്മുടെ എല്ലാ മാതാപിതാക്കളും ഒരുപോലെ ആകണമെന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, മാന്യമായ ഒരു സാഹചര്യത്തിൽ പിറക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനോടും അമ്മയോടുമുള്ള തീർത്താൽ തീരാത്ത കടപ്പാടാണ്. ചുമ്മാ ചോദിക്കുക, നിങ്ങൾ എനിക്ക് എന്നാ തന്നേ? മാതാപിതാക്കളോടെ ഇതൊക്കെയാണ് അവർ തന്നത്. മാന്യമായ ഒരിടത്ത് പിറക്കാനുള്ള അവസരം നിനക്കുണ്ടായത് നിന്റെ അപ്പനും അമ്മയും കാരണമാണ്. അതിനോട് ചേർന്ന് ഒത്തിരിയുണ്ട്, ഞാനത് പറയാൻ പോകുന്നില്ല. നമ്മുടെ ചുമതല എന്താണ്? അവർ കൈമാറി തന്ന മാന്യത അടുത്ത തലമുറയ്ക്ക് നമ്മിൽ നിലനിർത്തുകയും അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇന്ന് സംഭവിക്കുന്നത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാകാം. മാന്യത നഷ്ടപ്പെട്ട, മുഖം നഷ്ടപ്പെട്ട, ജീവിതത്തിൽ അന്തസ്സ് നഷ്ടപ്പെട്ട ഒരു പ്രയാണം. ആരോപണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളും അല്ല ഞാൻ പറയുന്നത്. മനുഷ്യൻ ആ ചെയ്തികളിലേക്ക് വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാണമില്ലാത്തൊരു പോക്ക്.
നാണം കെട്ടിയൊരു ജീവിതം. ഇവൻ്റെ വസ്ത്രം ഇല്ലാതാക്കി അവനെ വിവസ്ത്രനാക്കി എന്ന് പറയും. 3, അവനെ മുറിവേൽപ്പിച്ചു, അർദ്ധപ്രാണനാക്കി വിട്ടേച്ചു പോയി. സഹോദരങ്ങളെ, അവൻ ചെന്ന് എവിടെയാണോ കയറിയത് അവർ സമ്മാനിക്കുന്ന മുറിവിലേക്കുള്ള യാത്രയാണ്. മുറിവ് സമ്മാനിക്കുന്ന ഇടത്തേക്കുള്ള യാത്രയായിപ്പോയി. നിങ്ങൾ ആലോചിച്ചോണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര സ്നേഹത്തോടെ നമ്മൾ കണ്ടിട്ടുള്ള ആളുകൾ മുറിവ് സമ്മാനിച്ചിട്ടില്ലേ, വേദന സമ്മാനിച്ചിട്ടില്ലേ? ഇതാ ഇവിടെ ഇവൻ മുറിവേറ്റവനായി അർദ്ധപ്രാണനായിട്ട് കിടക്കുകയാണ്. മുറിവ് സമ്മാനിക്കുന്ന ബന്ധങ്ങൾ, അകപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, മാന്യത നഷ്ടപ്പെടുന്ന ബന്ധങ്ങൾ, മുറിവ് സമ്മാനിക്കുന്ന ബന്ധങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, മുറിവേറ്റ് തകർന്നു പോകുന്ന എത്ര ജീവിതങ്ങൾ. എൻ്റെ ഒരു സഹപാഠി, അയാൾ കോളേജിൽ പഠിച്ചതാണ് എൻ്റെ കൂടെ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് അയാൾ വളരെ സ്മാർട്ടായിരുന്നതുകൊണ്ട് നമുക്കൊക്കെ വലിയ അസൂയയാണ് പുള്ളിയോട്. പുള്ളി പോകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. സൗന്ദര്യം ദൈവദത്താണ്, അസൂയപ്പെടാനല്ലാതെ വല്ലതും നമ്മളെ കൊണ്ട് സാധിക്കുമോ? അങ്ങനെ നോക്കി നിന്ന ഒരുത്തൻ ഇലക്ഷനിൽ നിന്ന് അവൻ ജയിക്കും, ഏത് പാർട്ടി നിന്നാലും ജയിക്കും. കാരണം പെൺപിള്ളേരെല്ലാം അവനെ വോട്ട് ചെയ്യുള്ളൂ. അങ്ങനെ അവൻ 1-ാം വർഷവും ജയിച്ചു, 2-ാം വർഷവും ജയിച്ചു, 3-ാം വർഷവും ജയിച്ചു. നമ്മൾ നിന്നുമില്ല, നിന്നാൽ ജയിക്കത്തുമില്ല. വർഷങ്ങൾ പോയി. ഒരു ദിവസം ഒരു പള്ളിയിൽ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ ഇവൻ വന്നിരിക്കുന്നു. അവൻ എന്നെ അറിയാൻ മേല. പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ ഒന്ന് തോണ്ടിയിട്ട് പറഞ്ഞു, ഒന്ന് കണ്ടിട്ടേ പോവുള്ളൂ. അയാൾ എൻ്റെ അടുത്ത് വന്ന്, ഞാൻ ചോദിച്ച പേരിന്നതല്ലേ? അതെ. കാരണം നമുക്ക് അത്ര ദേഷ്യം അന്നുണ്ടായിരുന്നുകൊണ്ട് പേരൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിപ്പോട്ടെ. പേര് പറഞ്ഞു. എന്തോ പറ്റിയോട് തനിക്ക്? ഉണങ്ങി കോലം തിരിഞ്ഞ് ഇട്ടിരിക്കുന്ന ഷർട്ട് ഒരിടത്തും ചേരാത്ത അവസ്ഥയിൽ, ഒരിക്കലും ചിന്തിക്കാനൊക്കാത്ത അവസ്ഥയിലേക്ക് തകർന്നു പോയൊരുത്തൻ. അയാൾ കഥ പറയാൻ തുടങ്ങി, ഒരു നീണ്ട കഥ. ആ കഥയിലവൻ പറഞ്ഞു, അച്ഛാ, രാഷ്ട്രീയം എന്നെ മദ്യപാനിയാക്കി, മദ്യപാനം എന്നെ മയക്കുമരുന്നിനടിമയാക്കി, മയക്കുമരുന്ന് കഴിച്ച് എൻ്റെ നാവ് തൊണ്ടയോട് പറ്റിച്ചേർന്ന ഒരവസ്ഥ. ഞാൻ ഇന്നും മാനസിക രോഗത്തിൻ്റെ ചികിത്സയിലാണ്. ഞാൻ അതിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ട് വർഷങ്ങളായി, പക്ഷെ ഇന്നും മാനസിക രോഗത്തിൻ്റെ ചികിത്സയിലാണ്. അവൻ പറഞ്ഞു, അവൻ ഈ അവസ്ഥയിലായി തീരാനിടയായ ആളുകളുടെയൊക്കെ പേര്, ഒരു കാലത്ത് ദൈവം കൊടുത്ത സൗന്ദര്യം അതുകൊണ്ട് ശ്രദ്ധേയനായി തീർന്ന ഒരുത്തൻ, ദൈവം കൊടുത്ത സൗന്ദര്യത്തിൻ്റെ മാത്രം ആനുകൂല്യം, ഒരു വാക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, മാത്രം ആനുകൂല്യം കൊണ്ട് വെച്ചടി കയറിപ്പോയ ഒരുത്തൻ. അവൻ്റെ മുമ്പിൽ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അവൻ എവിടെ നിന്നാലും ആളുകൾ അംഗീകരിക്കുകയാണ്. ഒന്നുമില്ല അവൻ്റേതായി, ദൈവം കൊടുത്ത സൗന്ദര്യം മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളെ, ഇന്നൊരു 50-ാം വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ വെറും ഉണങ്ങിയ കോലമായി അവൻ മാറുമ്പോൾ അവന് പറയാനുള്ളൊരു കഥ, ദൈവം വെച്ച് നീട്ടിയ സൗന്ദര്യം കൊണ്ട് അവൻ ഉയർന്നതും ആ സൗന്ദര്യം കൊണ്ട് തന്നെ അവൻ തകർന്ന് തരിപ്പണമായതും. വീഴ്ചയും ഉയർച്ചയും ഒരേ കാരണത്തിൽ നിന്നാണ്. ഒരേ കാരണം തന്നെ ഉയർച്ചയ്ക്കും അതേ കാരണം തന്നെ വീഴ്ചയ്ക്കും ഇടയാക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഇപ്പം അവൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കും, പേര് പറഞ്ഞുകൊണ്ട്. നമ്മൾ ആരെങ്കിലും വിളിക്കുമ്പോൾ മോൻ ജോസഫ് അച്ഛനാണോ എന്ന് ചോദിക്കില്ല എന്ന് പറഞ്ഞ പോലെ, എനിക്കിപ്പോൾ അവൻ്റെ പേര് പറയാൻ പറ്റില്ല, ഇത് ലൈവ് പോകുന്നത് കൊണ്ട്. അവൻ പറയും, അച്ഛാ, എന്നെ പേര് വിളിക്കുന്നത് അച്ഛൻ മാത്രമാണ്. ഇന്ന് ഈ ലോകത്തിൽ എന്നെ പേര് വിളിക്കാൻ, എൻ്റെ ഫോൺ വരുമ്പോൾ ഹലോ എന്ന് പറഞ്ഞ് എൻ്റെ പേര് വിളിക്കാൻ അച്ഛൻ മാത്രമാണ് എനിക്കുള്ളത്. എത്ര പേരുടെ ആരാധകനായി, എത്ര പേര് നോക്കി നിന്നിട്ടുള്ള, എത്ര പേരുടെ മുമ്പിൽ ഷൈൻ ചെയ്തിട്ടുള്ള, നമ്മൾ പറയുമല്ലോ ഷൈൻ ചെയ്യുക, അങ്ങനെ ചെയ്തിട്ടുള്ള ഒരുത്തിൻ്റെ ഗതി ഇതാണ്. പ്രിയപ്പെട്ടവരെ, മുറിവേൽപ്പിക്കുന്ന സമൂഹം, മുറിവ് വെച്ച് നീട്ടുന്ന സമൂഹം, നമ്മൾ അറിയാതെ അവിടെ പോയി അതിൻ്റെ ഭാഗമായി തീർന്നിട്ട് ഊരാൻ മേലാത്ത, രക്ഷപ്പെടാൻ മേലാത്ത അവസ്ഥയിലേക്ക് ഇന്ന് അനുഭവിക്കുന്നത് അവൻ മാത്രം. നമുക്കൊരു കാലത്ത്, ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു കാലത്ത് ഏതു വഴിയിലൂടെ നമുക്ക് പോകാം, പക്ഷേ നാം പോയ വഴികളിൽ
ചെയ്തു കൂട്ടിയത്, സംഭവിച്ചത് അബദ്ധങ്ങളോ പരാജയങ്ങളോ തിന്മകളോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ മാത്രം ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ വില ഭയങ്കരമാകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നാം പോകുന്ന ഇടം മുറിവുണ്ടാക്കുന്ന ഇടമല്ലെന്ന് ഉറപ്പാക്കണം. നമുക്ക് മുറിവ് സമ്മാനിക്കുന്ന ഇടം അല്ല എന്ന് ഉറപ്പാക്കണം. യെരുശലേമിൽ നിന്നുള്ള യാത്രയുടെ തിക്തമായ അനുഭവങ്ങൾ, ദൈവ സാന്നിധ്യമുള്ള ഇടത്തിൽ നിന്ന് നമ്മൾ മാറുകയാണ്, ഉയരത്തിൽ നിന്ന് നമ്മൾ മാറുകയാണ്, എല്ലാവരും കടന്നു ചെല്ലുന്ന എല്ലാവരുടെ ആകർഷണമുള്ള ഇടത്തു നിന്ന് നമ്മൾ മാറുകയാണ്. ശാപഗ്രസ്തമായ ഇടത്തേക്ക്, നശിക്കപ്പെട്ട ഇടത്തേക്ക്, ഗുണം വരാത്ത ഇടത്തേക്ക് നമ്മൾ പോവുകയാണ്. സഹോദരങ്ങളെ, ഈ യെരുശലേം ഒരുപക്ഷെ നമ്മുടെ വീടാകാം. നമ്മളെ പ്രാർത്ഥന പഠിപ്പിച്ച, നമ്മളെ സ്നേഹം പഠിപ്പിച്ച, നമ്മളെ വാത്സല്യം പഠിപ്പിച്ച, നമ്മളെ ചേർത്ത് നിർത്തിയ, ജീവനേക്കാൾ നമ്മെ സ്നേഹിച്ച, നമ്മൾ ഏറ്റവും സുരക്ഷിതമായിരുന്ന, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും രൂപപ്പെട്ട നമ്മുടെ വീട്, ആ യെരുശലേം വിട്ടിട്ടൊരു പോക്കാണ് യെരിഹോവിൻ്റെ ബന്ധങ്ങളിലേക്ക്, മുറിവുണ്ടാക്കുന്ന, മാന്യത നഷ്ടപ്പെടുത്തുന്ന, എല്ലാ അർത്ഥത്തിലും അകപ്പെട്ടു പോകുന്ന ഇടത്തേക്ക്. വീട്ടിൽ സർവ്വസ്വാതന്ത്ര്യ, എന്തും പറ്റും വീട്ടിൽ, എന്നാൽ വീടിന് പുറത്തേക്ക് എന്ന് അകപ്പെട്ടു പോയാൽ എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാതാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഥ നല്ല ശമരിയക്കാരൻ്റെ കഥയാണ്. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ യേശു പറഞ്ഞു, ഈ വീണ് കിടക്കുന്നവൻ അർദ്ധപ്രാണനായി കിടക്കുമ്പോൾ അവൻ്റെ അടുത്തൂടെ ഒരു പുരോഹിതൻ കടന്നുപോയി. അവൻ്റെ അടുത്തൂടെ രണ്ടാമതായി ഒരു ലേവ്യൻ കടന്നുപോയി. ഞാൻ ഒരു 10-17 വയസ്സ് മുതൽ ചെറിയ തോതിൽ പ്രസംഗിക്കുന്നയാളാണ്. പ്രാർത്ഥന യോഗങ്ങളിലും ഒക്കെയായിട്ട് അന്ന് പഠിച്ചതാണ് വേദപുസ്തകം. ശരിക്കും ആ പഠനം എൻ്റെ സെമിനാരി വിദ്യാഭ്യാസത്തിലൊക്കെ എനിക്ക് ഏറെ ഗുണമായി. പ്രസംഗിച്ച് പഠിച്ചതാണ് വേദപുസ്തകം. വേദപുസ്തകം പഠിച്ചിട്ട് പ്രസംഗിച്ചതല്ല, പ്രസംഗിച്ചിട്ട് പഠിച്ചതാണ്. നിങ്ങൾക്ക് അത്ഭുതം തോന്നും, അങ്ങനെ പഠിക്കാനൊക്കെ ഒന്ന്. അതൊരു കഥയാണ്, അതൊരു അത്ഭുതകരമായ കഥയാണ്. അതുപോട്ടെ, അതെൻ്റെ ചരിത്രം. അന്നൊക്കെ ഞാൻ പ്രസംഗിക്കുമായിരുന്നു ഈ വഴിയെ കടന്നുപോയ അച്ഛന്മാരെക്കുറിച്ച്. അല്ലെങ്കിലും ഇപ്പോഴത്തെ അച്ഛന്മാരാരും ശരിയല്ല. വഴി കിടക്കുന്നവനെ നോക്കാൻ അച്ഛനെവിടെ നേരം? അച്ഛനിങ്ങനെ നടക്കില്ലേ? അച്ഛൻ അവനെ നോക്കിയില്ല. അച്ഛനവനെ, ക്രിസ്തു വളരെ, വീണ്ടും ഞാൻ പറയുകയാണ്, അർത്ഥം വെച്ചിട്ടാണ് ക്രിസ്തു പറയുക. അച്ഛൻ ആദ്യം അതിലേ വന്നത് ഒരച്ഛൻ, അച്ഛനെ തന്നെ പോയിന്റ് ചെയ്ത്, നിങ്ങൾ ചെയ്യുന്ന പോലെ. അനീഷ് അച്ഛനെ കുറിച്ചല്ല, നമുക്ക് ഈ അച്ഛന്മാരെ പറയാൻ കിട്ടിയ നമ്മൾ അവസരം വിടാറുണ്ടോ? എന്ത് ഭംഗിയായിട്ട് നമ്മൾ പറയും. ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ അച്ഛനാകുന്നതിന് മുമ്പ് അച്ഛന്മാരെ കുറിച്ച് ചിന്തിച്ചതും പറഞ്ഞതുമൊക്കെ ഇന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഒക്കുമോ? അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു എന്നെക്കുറിച്ച്. പ്രിയപ്പെട്ടവർ, ഇവിടെ അച്ഛനെക്കുറിച്ച് പറയുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ അച്ഛനായപ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു ഈ അച്ഛനെ വെള്ള പൂശാൻ. ഒന്നാമത് വെള്ളയായിട്ടിരിക്കുന്നത്, എന്നിട്ട് വെള്ള പൂശാൻ. നമ്മൾ അങ്ങനെ പറയാനൊക്കത്തില്ല, അച്ഛനായിപ്പോയില്ലേ, ഇനി അച്ഛന്മാരെക്കുറിച്ച് മോശം പറയാനൊക്കത്തില്ലല്ലോ. ഞാനിങ്ങനെ പറഞ്ഞു, ആരാധനയ്ക്ക് പോകുന്ന അച്ഛൻ എങ്ങനെയാണ് വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുക? അത് നടക്കുന്ന കാര്യമല്ല. ആരാധന ഗൗരവമുള്ള കാര്യമാണ്. അല്ലെങ്കിലും ഈ ഞങ്ങൾ വഴിയെ കൂടെ പോകുമ്പോൾ ആരെങ്കിലും വീണ് കിടക്കുന്നത് കണ്ടിട്ട് ഒന്ന് വണ്ടി നിർത്തിയാൽ ഉടനെ ആളുകൾ പറയും, വെള്ള അച്ഛൻ പൊക്കവും എന്ന് പറഞ്ഞാൽ അച്ഛനെ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അത് അവർ ഹാൻഡിൽ ചെയ്യും. വീണ് കിടക്കുന്നവൻ്റെ കാര്യം അവൻ നോക്കിക്കോളും, അച്ഛൻ ഇവിടെ കാര്യമില്ല. അത് പറഞ്ഞപ്പോൾ ഒരബദ്ധം പറ്റിയ കഥ ഞാനൊന്ന് പറഞ്ഞു പോകാം. ഒരു ദിവസം വീട്ടിൽ ചെന്ന് കുപ്പായം അങ്ങോട്ട് ഊരിയിടുമ്പോൾ ഒരാൾ വിളിച്ചു, അച്ഛാ ഒരു സാധനം പുള്ളിക്കൊന്ന് കൊടുക്കണം, ഒന്ന് കൊണ്ടുതരാവോ? രാത്രി 9:30 മണിയായി. വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. പോയി, എന്നാൽ ഇനി ഈ 1 കിലോമീറ്റർ വണ്ടിയിലങ്ങ് പോകാം. കാറെടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ കുപ്പായം വേണ്ടല്ലോ, 1 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. സ്വാഭാവികമായും അങ്ങനെ ചിന്തിച്ചത് ഈ കുറ്റം നിങ്ങൾ പറയുകയില്ല എന്നാണ് എൻ്റെ വിചാരം. ഞാനങ്ങനെ 1 കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പോൾ ഒരു 3/4 കിലോമീറ്റർ ചെന്ന് കാണും, വഴിയരിയിൽ ഒരാൾ കുത്തിയിരിക്കുക. ഞാൻ പയ്യെ വണ്ടി നിർത്തി നോക്കുമ്പോൾ ഒരുത്തന്നിട്ട് വണ്ടി ഇടിച്ചിട്ട് ആ വണ്ടി നിർത്താതെ പോയി അവൻ്റെ കാലൊടിഞ്ഞ് തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അന്നാണ് ഈ എല്ല് ശരിക്കും കണ്ടത്. എനിക്ക് സഹിക്കാവത്തില്ല. ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ഞാൻ എൻ്റെ വണ്ടി തിരിച്ച് ഇവനെയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ ചെന്നു. കുപ്പായി ഇട്ടിട്ടില്ല എന്ന് ഓർത്തോണം. അവരെന്നെ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്, പല രീതിയിൽ വിളിക്കുന്നുണ്ട്. ഞാനിതെല്ലാം ഇങ്ങനെ സഹിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഫോൺ ചെയ്ത് അവൻ്റെ ആളുകളെല്ലാം വരുത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ചെന്ന് രോഗിയെ കാഷ്വാലിറ്റിയിലോട്ട് കയറ്റി കഴിഞ്ഞപ്പം
അവരെല്ലാം കൂടെ എൻ്റെ വണ്ടിയുടെ ചുറ്റും കൂടി. അപ്പം വണ്ടി എവിടെ വെച്ച് ഇടിച്ച് എനിക്കൊരു നിവൃത്തിയില്ലാതായിപ്പോയി. അവസാനം ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. അപ്പം മനസ്സിലായി 1/2 കിലോമീറ്റർ പോലും കുപ്പായി ഇല്ലാതെ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന്. അതുകൊണ്ടാണ് ഈ വീണവരെ എഴുന്നേൽപ്പിക്കാൻ ആരും പോകാത്തത്. വീണവൻ്റെ കാര്യം പോക്ക. കാരണം എഴുന്നേൽപ്പിക്കാൻ പോയാൽ അവൻ്റെ തലയിലാകും ഇത് മൊത്തം. അപ്പം ഞാനിങ്ങനെ ഈ അച്ഛനെ ന്യായീകരിക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷേ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഈ വേദപുസ്തകം ആദ്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാം മനസ്സിലായെന്ന്. എന്നാൽ രണ്ടാമത് വായിക്കുമ്പോൾ തോന്നും ആദ്യം വായിച്ച പോലെ അല്ലെന്ന്. മൂന്നാമത് വായിക്കുമ്പോൾ തോന്നും ഒന്നും മനസ്സിലായില്ലെന്ന്. ഇതാണ് വേദപുസ്തകത്തിൻ്റെ പഠനം. കാരണം അതിൻ്റെ വീക്ഷണം വ്യത്യസ്തമാണ്. അങ്ങനെ ഞാൻ വായിച്ചപ്പോഴാണ് ഒരു മൂന്നാമതൊരു വായന. ഞാനിങ്ങനെ നോക്കി, കർത്താവേ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ വീണ് കിടക്ക, നീ ഒരു യെറുസലേമിൽ നിന്ന് പോകുന്ന ഒരുത്തൻ്റെ കഥ പറഞ്ഞിട്ട് അവൻ വഴി വീണുപോയെന്നും അവൻ വസ്ത്രമില്ലാത്തവനായി തീർന്നെന്നും അർദ്ധപ്രാണനായിട്ട് കിടക്കുകയാണെന്നും അച്ഛന്മാരും കപ്പ്യാരും അല്ല ശുശ്രൂഷകനും ഒക്കെ വന്നിട്ട് അവനെ മൈൻഡ് ചെയ്യാതെ കടന്നുപോയെന്നും ഒക്കെ നീ പറയുമ്പോൾ എന്താണ് ഈ കഥ? ആ കഥയുടെ അർത്ഥമാണ് ഇവിടെ യഥാർത്ഥത്തിൽ യേശു യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന അർത്ഥം ഇതാണ്. യെറുസലേമിലേക്കുള്ള വഴി എന്ന് പറയുന്നത് യാഗത്തിൻ്റെ വഴിയാണ്. പഴയ നിയമ യാഗത്തിൻ്റെ വഴിയാണ്. പഴയ നിയമത്തിൻ്റെ രക്ഷയുടെ വഴിയാണ്. പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിൻ്റെ വഴിയാണ്. പഴയ നിയമത്തിൽ ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവന് രക്ഷപ്പെടാനുള്ള വഴിയാണ് യെറുസലേമിലേക്കുള്ള വഴി. ആ വഴിയിൽ വീണ് കിടക്കുന്നവനെ കണ്ടിട്ട് അച്ഛനും ശുശ്രൂഷകനും പോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ അവിടെ കിടക്കുകയുള്ളൂ. ഈ വഴി അവനെ രക്ഷപ്പെടുത്തുവാൻ പര്യാപ്തമല്ല. യെറുസലേമിലെ യാഗം, പഴയ നിയമ യാഗം, യെറുസലേം ദേവാലയത്തിലെ യാഗം, ഈ യാഗത്തിൻ്റെ പ്രതിനിധികളാണ് പുരോഹിതനും ലേവ്യനും. അവർക്ക് ഇവനെ രക്ഷപ്പെടുത്താനുള്ള ശേഷിയില്ല, അവർ നിസ്സഹായരാണ് എന്ന് അവതരിപ്പിക്കുകയാണ് യേശു. അതിനാണ് ഇവൻ വസ്ത്രമില്ലാത്തവനായി തീർന്നു എന്ന് പറയുന്നത്. വസ്ത്രമില്ലാത്തവനായി നമ്മൾ ആദ്യം കാണുന്നത് ആദാമിനെയാണ്. എന്ന് പറഞ്ഞാൽ യെറുസലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്ത ആദാം, ദൈവ സംസർഗത്തിൽ നിന്ന് ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് പോയ ആദാം, പഴം പറിച്ചു തിന്ന പ്രിയപ്പെട്ടവരെ, കള്ളന്മാരുടെ കയ്യിൽ, സാത്താന്റെ കയ്യിൽ ഹൗവ അകപ്പെട്ടു, ഹൗവയുടെ കയ്യിൽ ആദാം അകപ്പെട്ടു. അങ്ങനെ അകപ്പെട്ടു പോയ ജീവിതങ്ങൾ ആദ്യം അവർക്ക് തോന്നിയത് വസ്ത്രമില്ലെന്നുള്ളതാണ്. അകപ്പെട്ടു, വസ്ത്രമില്ല, മുറിവേറ്റു. ഇതാണ് വഴി എഴുതിയിരിക്കുന്നത്. അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു, അവർ അവൻ്റെ വസ്ത്രമഴിച്ചു, മുറിവേൽപ്പിച്ചു, അർദ്ധപ്രാണനാക്കി വിട്ടേച്ചു പോയി. ഇതാ വഴി കിടന്നുഴലുകയാണ്. ശപിക്കപ്പെട്ട ഭൂമിയോട് മല്ലടിച്ച് ആദാം രക്ഷപ്പെടാൻ ഉള്ള എല്ലാ സാധ്യതകളും അടഞ്ഞുപോയ സ്ഥിതിയിൽ അനുഭവിക്കുന്ന നരകയാതനയാണ് ഇവിടെ യേശു അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ കഥയാണ് എന്ന് മനസ്സിലായത് വളരെ വൈകിയാണ്. ഇവിടെ അച്ഛനും ശുശ്രൂഷകരും ഒന്നും അല്ല. യേശു ഉദ്ദേശിച്ചത് പഴയ നിയമത്തിൻ്റെ സാങ്കത്യം, പഴയ നിയമത്തിൻ്റെ സാധ്യതകൾ അവസാനിച്ചു എന്ന് പറയാൻ ഒരു കഥ. എന്നിട്ട് പറയാണ്, ഒരുത്തൻ വരികയാണ്, വാഹനത്തിൽ വരികയാണ്, താഴേക്കിറങ്ങുകയാണ്, ഇവൻ കിടക്കുന്നിടം വരെ ഇറങ്ങുകയാണ്, അവനോട് ചേർന്ന് നിൽക്കുകയാണ്, അവൻ്റെ മുറിവ് കെട്ടുകയാണ്, അവനെ വാഹനത്തിൽ കയറ്റി സത്രത്തിൽ കൊണ്ടുചെന്നാക്കി 2 കാശ് അപ്പോ കൊടുത്തു. എന്നിട്ട് അവൻ സത്രക്കാരനോട് പറഞ്ഞു, ഞാൻ വരുമ്പോൾ ബാക്കി അവനെ വേണ്ട ശുശ്രൂഷ ചെയ്യണം, ഞാൻ വരാൻ കേട്ടോ. ഇതാണ് ശമരിയക്കാരൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് യേശുവാണ്. സ്വർഗത്തിൽ നിന്ന് ക്രൂസിലെ മരണത്തോളം താഴ്ന്നിറങ്ങി വന്ന അരുമരക്ഷകനെ കുറിച്ചാണ്. താനാണിതെന്ന് പറയാതെ ഒരു ശമരിയക്കാരനെ, ഒരു ബന്ധമില്ലാത്തവനെ രക്ഷിക്കാൻ വന്ന ഒരു ശമരിയക്കാരനെ പരിചയപ്പെടുത്തുന്നത്. നമ്മളൊക്കെ ചാരിറ്റി ചെയ്യും. ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപാടി എന്തെങ്കിലും കൊടുത്ത് വിടുക, കൊടുക്കുക, വിടുക. ഇതാണ് ചാരിറ്റി. കൊടുത്തു വിട്ടേര്. സത്യത്തിൽ അതല്ല ചാരിറ്റി. കൊടുത്തു വിടുന്നതല്ല, ചേർത്ത് നിർത്തുന്നതാണ്. ഒഴിവാക്കാതെ, മാറ്റിക്കളയാതെ, തള്ളാതെ ചേർത്ത് നിർത്തുന്നതാണ് ചാരിറ്റി. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും അത്രയും പറ്റത്തില്ല. ഒരു സ്ത്രീ, ഞാൻ ഒരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ അടുത്തൊരു സഹായത്തിന് വന്നു. സഹായം എന്തോ ഞാൻ കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു 2 ആഴ്ച കഴിഞ്ഞു അവർ വീണ്ടും വന്നു. അന്നും ഞാൻ എന്തോ കൊടുത്തു. ഒരു 3-4 ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും വന്നു. നിങ്ങൾക്കറിയാം ഇനിയും ഞാനെന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഞാൻ വാ തുറക്കുന്നതിന് മുമ്പ് അവരെന്നോട് പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് മാത്രമേ എനിക്ക് വീണ്ടും വരാനൊക്കെ ഉള്ളൂ. വേറെ എവിടെ ചെന്നാലും, വേറെ ഏത് വീട്ടിൽ ചെന്നാലും
6 മാസമോ 9 മാസമോ കഴിഞ്ഞിട്ട് പിന്നെ അതിലെ ചെല്ലാനൊക്കെ ഉള്ളൂ. എനിക്ക് മനസ്സിലായ പുതിയൊരു കഥയാണത്. ചിലയിടങ്ങളിലെ സ്വാതന്ത്ര്യമുള്ളൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞു വിടുകയാണ്, കൊടുത്തു വിടുകയാണ്. ദൈവനെ നോക്കിക്കേ, ഇവൻ ചേർത്ത് നിർത്തുകയാണ്. ചേർത്ത് നിർത്തിയിട്ട് സത്രത്തിൽ അവന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് സത്രത്തെ കൊണ്ട് ഇതാക്കിയിട്ട് സത്രക്കാരനോട് പറയുക, ദേ ആക്കിയിട്ട് വിട്ടുപോവുമല്ല, ആക്കിയിട്ട് ഞാൻ വരാൻ കേട്ടോ, നീ ശുശ്രൂഷ ചെയ്തോണം എന്ന് പറയുന്ന ഒരേറ്റെടുക്കലിൻ്റെ കഥ നിങ്ങൾക്ക് പറയാനുണ്ടോ? ആർക്കെങ്കിലും ഒരേറ്റെടുക്കലിൻ്റെ കഥ, എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടുന്ന അതിൻ്റെ കഥ? അടുത്ത സമയത്ത് ഞാൻ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഇടവകയിൽപ്പെട്ട ഒരാൾ വഴി നിൽക്കുന്നു, വണ്ടി നിർത്തി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതൊക്കെ. അവിടെ തൊട്ടടുത്തൊരു വലിയ വീട് പണിതിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ആരുടെ വീട്? അദ്ദേഹം ഒരു കഥ പറഞ്ഞു. തൊട്ടപ്പുറത്തെ ആളാണ് ഈ വീടിന് 5 സെൻറ്റ് സ്ഥലം ദാനമായിട്ട് കൊടുത്തു. ആ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണിത്. ഇയാളുടെ മക്കളോ വിദേശത്ത് പോയി, അയാളിപ്പം വീട് പണിതു. ആദ്യത്തെ വീട് 1 നില, പുതിയതായിട്ട് പണിത വീടിന് 2 നില. നമ്മളാണ് എന്നാ പറയും, ചെയ്യാവുന്ന പണി മുഴുവൻ ചെയ്യും. നമ്മുടേത് സഹായിച്ചവൻ്റേത് 1 നിലയും സഹായിക്കപ്പെട്ടവൻ്റെ വീട് 2 നിലയുമാകുമ്പോൾ നമുക്കെങ്ങനെ സഹിക്കും? പ്രിയപ്പെട്ടവര്, ഒട്ടും അതിശയോക്തിയില്ല. നമുക്ക് ഈ ദൈവദത്തമായ ചാരിറ്റി എന്താണെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും ചെയ്തു കൂട്ടിയിട്ട് അത് പബ്ലിസിറ്റി കൊടുത്ത് അവതരിപ്പിക്കാൻ നടത്തുന്ന ശ്രമമാണ്. ഞാൻ ഉപസംഹരിക്കുകയാണ്, അവസാന ഭാഗത്തേക്ക് എത്തട്ടെ. നാം ഇത്രയും നേരം കേട്ട കഥ യെറുസലേമിൽ നിന്ന് യെറിഹോവിലേക്കുള്ള യാത്രയാണ്. അത് തകർച്ചയുടെ യാത്രയാണ്. എന്താ മറ്റൊരു യാത്ര? വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 31-ാമത്തെ വാക്യം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് യെറുസലേമിലേക്ക് പോകാം. ലൂക്കോസ് 18:31. ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് യേശു യെറുസലേമിലേക്ക് പോവുകയാണ്. 35-ാമത്തെ വാക്യം, അവർ യെറിഹോവിലെത്തി. അവിടെ ഒരു കുരുടൻ ഇരിക്കുകയാണ്. പോകുന്നത് യെറുസലേമിലേക്കാണ്. ഇപ്പൊ എത്തി നിൽക്കുന്നത് യെറിഹോവിലാണ്. സഹോദരങ്ങളെ, യെറുസലേമിലേക്ക് പോകുന്നതിനിടയിലുള്ള ഇടത്താവളമാണ്, ഇടസ്ഥലമാണ് യെറിഹോ. യെറിഹോ ലക്ഷ്യമല്ല. എന്താ? ആദ്യത്തവനെ സംബന്ധിച്ച് യെറിഹോ ലക്ഷ്യമായിരുന്നു. എന്നാൽ ഇവിടെ യെറിഹോ ലക്ഷ്യമല്ല. യെറുസലേമിലേക്കുള്ള യാത്രയിൽ ഇടയ്ക്ക് കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകാം. യെറുസലേമിലേക്ക് പോകുമ്പോൾ യെറിഹോ ശാപം, വേദന, പാപം, നഷ്ടം, തകർച്ച, ഗതികേട്, സങ്കടം, ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത വളരെ ദയനീയമായ സ്ഥിതിവിശേഷം. പക്ഷെ സഹോദരങ്ങളെ ഓർക്കണം, ഇത് ഇന്ന് തീരും, ഇല്ലെങ്കിൽ നാളെ തീരും. കാരണം നമുക്ക് പോകാനുള്ളത് യെറുസലേമിലേക്ക്. ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ അതിഭയങ്കരമായ സങ്കടമാണ്. അടുത്ത സമയത്ത് ഒരു പെങ്കൊച്ച് വിവാഹത്തിൻ്റെ പേരിൽ സ്ത്രീധനം കൂടുതൽ ചോദിച്ചതിൻ്റെ പേരിൽ ഇത്രയ്ക്ക് മഠയന്മാരായോ കേരളത്തിലെ സമൂഹം? MBBS പഠിച്ചിട്ട് എൻട്രൻസ് കിട്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണല്ലോ. അങ്ങനെ ഈ ഡിഗ്രി വരെ കരസ്ഥമാക്കിയിട്ട് ഒരാൾ സ്ത്രീധനം കൂടുതൽ ചോദിച്ചപ്പോൾ അതിൻ്റെ പേരിൽ പോയി തൂങ്ങിച്ചാകാൻ മാത്രമുള്ള വിവേകം, ബോധമുള്ളോ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ആൺകുഞ്ഞുങ്ങൾക്ക്? സഹോദരങ്ങളെ, അത് അവിടെ വെച്ച് അത് വേണ്ട, ആ ബന്ധം വേണ്ട എന്ന് വെക്കാനുള്ള ബോധമല്ലേ ഉണ്ടാകണ്ടേ? ഇനി അതല്ല, അതിൻ്റെ പിന്നെ മറ്റേതെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് നേരത്തെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. ഏത് ബന്ധത്തിന് പോകുമ്പോഴും മുറിക്കാവുന്നിടത്ത് മുറിക്കാൻ പറ്റുന്ന, വേണ്ടെന്ന് തീരുമാനിച്ച വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന അടുപ്പമേ പരസ്പരം ഉണ്ടാകാവുള്ളൂ. അല്ലെങ്കിൽ പെട്ടുപോകും, ഊരാൻ മേലാത്ത സാഹചര്യത്തിലേക്ക്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ യെറുസലേമിലേക്ക് പോകുന്ന വഴിയിൽ യെറിഹോ ഒരു ഇടത്താവളമാണ്, ഒരു ഇടക്കാലഘട്ടമാണ്. തകരാൻ പാടില്ല, പിടിച്ചു നിൽക്കണം. നമുക്ക് ഒരു നാഥനുണ്ട്. യെറുസലേമിൽ കുരുടനായിട്ടിരിക്കുന്ന ഒരുത്തൻ നിലവിളിച്ചു, യേശു അവന് സൗഖ്യം കൊടുത്തു. യെറിഹോവിലെ കുരുടനെ കൂട്ടിക്കൊണ്ട് യേശു പോവുകയാണ് യെറുസലേമിലേക്ക്. യെറിഹോവിൽ ഒരു സക്കായിയുണ്ട്. നമ്മുടെ വീട് കൂദാശയെ വായിക്കുന്ന ഭാഗമാണല്ലോ. ഈ സക്കായിയെ രക്ഷപ്പെടുത്തി അബ്രഹാമിൻ്റെ ഭവനമാക്കി, അവൻ്റെ ഭവനത്തെ മാറ്റി അവനെ കൂട്ടുകയാണ് യെറുസലേമിലേക്കുള്ള യാത്രയിൽ. എൻ്റെ നിങ്ങളുടെ യാത്രയിൽ ഇന്ന് നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളും കണ്ണുനീരുകളും ഒക്കെ യെറിഹോവിൻ്റെ വേദനകളായി
കണ്ണുനീർത്തുള്ളികളായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കുവാൻ ഒരു രക്ഷകൻ നമുക്കുണ്ടെന്ന് ഓർക്കുക. ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് യെരൂശലേമിലേക്ക് ഒരു യാത്ര. പ്രിയപ്പെട്ടവരെ, നമ്മളാണ് തീരുമാനിക്കുന്നത് യാത്ര എങ്ങോട്ടാണെന്ന്. നമ്മൾ എങ്ങോട്ട് തിരിയുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് യാത്ര എങ്ങോട്ടെന്ന് നിശ്ചയിക്കപ്പെടുക. ഉയരത്തിൽ നിന്ന് താഴേക്കല്ല, ഉയരത്തിലേക്കാവട്ടെ നമ്മുടെ യാത്ര. മക്കൾ പഠിക്കുന്നത് ഉയരത്തിലേക്ക് പോകാനാണ്. നമുക്ക് ഉയരണം, നമുക്ക് വളരണം. നിങ്ങൾ പരിശോധിച്ചോ, കഴിഞ്ഞ 30-40 വർഷത്തിൻ്റെ ശേഷമുള്ള നമ്മുടെയൊക്കെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എത്ര പാവപ്പെട്ടവർ വളർന്നു, എത്ര ഗതികേടുകാർ ഉയർന്നു, എത്ര സങ്കടകരമായ സാഹചര്യത്തിൽ ജീവിച്ച കുടുംബങ്ങൾ ഇന്ന് വലിയ സമ്പന്നന്മാരായിട്ട് മാറി. പെൺകുഞ്ഞുങ്ങൾ മാത്രമുള്ള കുടുംബം, അയ്യോ വലിയ ഇച്ഛിച്ചയായിരുന്നു, എല്ലാവർക്കും ആണൊന്നുമില്ലെന്ന്. എത്ര അത്ഭുതകരമായി ദൈവം അവരെ ഉയർത്തി. എങ്ങനെ വളർത്തുമെന്ന് പ്രയാസപ്പെട്ടവർ ഇന്ന് ഏത് നിലയിലായി? സഹോദരങ്ങളെ, യെറിഹോ ഇടത്താവളമാണ്. യെരൂശലേം ഒരു ഉയർച്ചയുടെയും പുരോഗതിയുടെയും ഭാവമാണ്. നമുക്ക് പോകാനുള്ളത് അങ്ങോട്ടാണ്. ഭൗതികമായും ആത്മീകമായും ഉയരണം. തളരാനുള്ളതല്ല, തകരാനുള്ളതല്ല ജീവിതം. ഉയരാനുള്ളതാണ്, നേടാനുള്ളതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നു, നീ താഴേക്ക് യാത്ര ചെയ്യരുത്, ദൈവത്തെ വിട്ടിട്ട് യാത്ര ചെയ്യരുത്, നിന്നെ അകപ്പെടുത്തുന്നിടത്തേക്ക് യാത്ര ചെയ്യരുത്, നിന്നെ മുറിവേൽപ്പിക്കുന്നിടത്തേക്ക് യാത്ര ചെയ്യരുത്, നിന്റെ മാന്യത തകർക്കുന്നിടത്തേക്ക് യാത്ര ചെയ്യരുത്. ഇനി നിനക്ക് വേദനകളോ യെറിഹോവിൻ്റെ ദുഃഖങ്ങളോ ഉണ്ടെങ്കിൽ ഒരു രക്ഷകൻ നിനക്കുണ്ട്. നിന്റെ കണ്ണുനീരിനെ നീക്കുവാൻ, നിന്നെ ഉയരത്തിലേക്ക് യെരൂശലേമിലേക്ക് എത്തിക്കുവാൻ മതിയായവൻ. ഈ പെരുന്നാളിൽ ഒരു പുതിയ യാത്ര, ഒരു പുതിയ ദിശാബോധം സ്വായത്തമാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിട നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ സഹകരിച്ച നിങ്ങളെല്ലാവരോടും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛനോടുമുള്ള ആദരവും സ്നേഹവും ഗായക സംഘത്തിൻ്റെ ഗാനങ്ങൾക്ക് പ്രത്യേക നന്ദി ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.